ഹലോ, എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണോ? ഓക്കെ, പലപ്പോഴും നമ്മൾ എൻ്റർടൈൻമെൻറ്റുകൾക്ക് ഭയങ്കരമായ പ്രാധാന്യം കൊടുക്കുകയും എഡ്യൂക്കേഷൻ മേഖലയിൽ വളരെ തളർച്ചയും അതുപോലെ മടുപ്പും പ്രകടിപ്പിക്കുന്ന ഒരാൾക്കാരാണ് നമ്മൾ മലയാളി കമ്മ്യൂണിറ്റി. പലപ്പോഴും തോന്നാറുണ്ട്, കാരണം ഇങ്ങനത്തെ ഫെസ്റ്റുകളൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത പലപ്പോഴും കിട്ടാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആരെങ്കിലുമൊക്കെ വരും എന്നുള്ളത്. ആരും വരാനില്ല. എല്ലാ രാജ്യങ്ങളും അവരുടെ ജനറേഷൻ്റെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നിരന്തരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ അതിലേക്ക് എത്തിയില്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ട് നമ്മൾ മാറേണ്ടത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സ്വപ്നങ്ങളില്ലെങ്കിൽ സ്വപ്നങ്ങളുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് അൽ മക്തൂം അദ്ദേഹത്തിൻ്റെ റിഫ്ലക്ഷൻ ഓഫ് ഹാപ്പിനെസ് ആൻഡ് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ ലൈഫിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു കാട്ടിലെ കഥ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ പുസ്തകം തുടങ്ങുന്നത്. ആ കാട്ടിൽ 2 ജീവികളുണ്ട്. ഒന്ന് ചീറ്റപ്പുലിയാണ്, മറ്റൊന്ന് ഒരു മാനാണ്. ഈ മാനിനെ പിടിക്കാൻ വേണ്ടി ചീറ്റപ്പുലി നിരന്തരമായി ഓടും. 10 പ്രാവശ്യം അറ്റാക്ക് ചെയ്യുമ്പോൾ 7 പ്രാവശ്യം ഫെയിലിയർ ആവും, 3 പ്രാവശ്യമാണ് കിട്ടുന്നത്. മാനാണെങ്കിലോ 7 പ്രാവശ്യം വിജയിക്കുന്നു, 3 പ്രാവശ്യമാണ് പിടിക്കപ്പെടുന്നത്. അദ്ദേഹം അതിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ശക്തനായ ചീറ്റപ്പുലിക്ക് മുമ്പിൽ ഈ മാന് രക്ഷപ്പെടുകയും അത് വിജയിക്കുകയും ചെയ്യുന്നത്? എന്തായിരിക്കും അതിൻ്റെ ആൻസർ? നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നത്? ആർക്കും പറയാം. എന്താ തോന്നുന്നത്? എന്തെങ്കിലും ഒന്ന് പറയും. ജീവന് വേണ്ടി ഓടിയാണെന്ന് അല്ലേ? മറ്റേ ആള് ഫുഡിന് വേണ്ടിയിട്ടാണല്ലോ ഓടുന്നത്. 2 പേരും ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഓടുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ആ മാറ്റം വരുന്നത്? ഒരാൾ സർവൈവലാണ്, മറ്റേയാൾക്ക് ഭക്ഷണം കിട്ടിയാൽ സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. വാട്ട് ഈസ് ദ റീസൺ? ഹലോ, പറയൂ. എന്തായിരിക്കും കാരണം? എന്താ? നിങ്ങൾ പറഞ്ഞു തന്നെയാണ്. ഒന്നുകൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാക്കിയാൽ പറയാൻ കഴിയും. എന്തായിരിക്കും കാരണം? 2 പേർക്കും സർവൈവ് ചെയ്യണമല്ലോ. ഞാൻ അങ്ങോട്ട് വരണോ? ക്യാമറയ്ക്ക് ഇവിടെ ആയതുകൊണ്ടാണ് അങ്ങോട്ട് വരാൻ പറ്റാത്തത്. വെരി ഗുഡ്. ആരാ സംസാരിച്ച്? പേരെന്താ? അഹമ്മദ് സാർ. ഒന്ന് വരി സാർ. നല്ലൊരു കയ്യടി കൊടുക്കുക അദ്ദേഹത്തിന്. കയ്യടിക്കുമ്പോൾ നന്നായിട്ട് അടിച്ചൂടെ? ഓക്കെ, എന്താ പറഞ്ഞത്? ചീറ്റപ്പുലിക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. ചീറ്റപ്പുലിക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്, ഇയാൾക്ക് ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഓപ്ഷൻ ഉള്ള ആളുടെ മുമ്പിലും ഓപ്ഷൻ ഇല്ലാത്ത ആളുണ്ട്. 2 ആളുകളാണ്. ഒരാൾക്ക് ഓപ്ഷൻ ഉണ്ട്, മറ്റൊരാൾക്ക് ഓപ്ഷൻ ഇല്ല. എന്താണ് ചീറ്റപ്പുലിയുടെ ഓപ്ഷൻ? എന്താ? ഇതിനെ കിട്ടിയില്ലെങ്കിൽ വേറെ ഒന്ന് പിടിക്കുക. മറ്റേ ആൾക്ക് ഇത് ഫൈനലാണ്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു, അതിന്റെ സായാഹ്നം അവസാനിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ വിജയിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഓപ്ഷനിലാണെങ്കിൽ ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് അൽ മക്തൂം റിഫ്ലക്ഷൻ ഓഫ് ഹാപ്പിനെസ് ആൻഡ് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്, ഇനി ഓപ്ഷൻ ഇല്ലാതെ എന്ത് വന്നാലും വേണ്ടിയില്ല, എനിക്ക് വിജയിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ ഓടുന്നവന് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആരെങ്കിലും ഒന്ന് കൈയടിച്ച്, ഈ സദസ്സിൽ ആരെങ്കിലും? കുറേ ആൾക്കാർ കൈയടിച്ചില്ല. എന്താ കാരണം? കൈയടിക്കാനും കൈയടിക്കാതിരിക്കാനും ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഏതാ ചൂസ് ചെയ്തത്? യു ചൂസ് ദ ഓപ്ഷൻ അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടും എന്താണ്, നമ്മൾ കൈയടിക്കാൻ പറയുമ്പോൾ എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റി കൊടുത്തു. പക്ഷെ കുറച്ച് ആൾക്കാർ അടിച്ചോളൂ. എന്തുകൊണ്ടാണ് അടിക്കാത്തത്? അവരടിക്കട്ടെ, മറ്റേ രാജ്യങ്ങൾ ചെയ്യട്ടെ, ചൈന ചെയ്യട്ടെ, അമേരിക്ക ചെയ്യട്ടെ, മറ്റുള്ള രാജ്യങ്ങളൊക്കെ ചെയ്യട്ടെ, അവർ തുടങ്ങട്ടെ. നമ്മളെല്ലാവരും അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറുകയാണ്. നമുക്ക് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ? നമ്മളിൽ എന്തുകൊണ്ട് തുടങ്ങി? നമ്മളെല്ലാത്തിൻ്റെയും ഉപഭോക്താക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് വേൾഡിലും വരാൻ പോകുന്നത് ആ വലിയ റവല്യൂഷനാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതായത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ, പണ്ടുള്ള കാലങ്ങളിൽ നമ്മൾ ആൻസർ പഠിച്ചിരുന്ന കാലമാണ് അല്ലെ? ഉത്തരങ്ങൾ എഴുതാൻ പഠിച്ചിരുന്നു. റിമൈൻ ചെയ്തുകൊണ്ട്, മെമ്മറൈസ് ചെയ്തുകൊണ്ട് ഉത്തരങ്ങൾ പഠിച്ചിരുന്നു. ഇനി ഉത്തരങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ചോദ്യം ചെയ്യാൻ പഠിച്ചാൽ മതി എന്നുള്ളതാണ്. ഏത് ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാലും അതിന് ആൻസർ തരാൻ പറ്റുന്ന, ഇതാ വരാൻ പോകുന്ന AI അടക്കമുള്ള എല്ലാവിധ സംവിധാനങ്ങളിലും ചോദ്യങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ. ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ, അതായത് ബെസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയുക എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ഇത്രയും കാലം നമ്മൾ ആൻസർ ആയിരുന്നു നോക്കിയിരുന്നു അല്ലേ? ഇനി വരാൻ പോകുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ ചെയ്യണം. അത് ക്രിയേറ്റീവായിട്ട് ചോദിക്കാൻ കഴിയണം, ഔട്ട് ഓഫ് ബോക്സിൽ ചിന്തിക്കാൻ കഴിയണം. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഇനി കരിയറിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഏത് മേഖലയിലും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ.
അതിന് നിങ്ങൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇത് നമ്മൾ ഡിസ്കഷൻ ചെയ്യേണ്ടത്. അതായത് ഇനി ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, ആൻസർ എല്ലാം ഓപ്പൺ ആണ്. ലോകത്തിലെ എല്ലാ അറിവുകളും ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഇനി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ഓപ്പൺ AI പോലെ എല്ലാം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ നിങ്ങൾ എല്ലാത്തിനെയും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും, കാർ അപ്ഡേറ്റ് ചെയ്തു, മൊബൈൽ അപ്ഡേറ്റ് ചെയ്തു, നമ്മളെ വീട് അപ്ഡേറ്റ് ചെയ്തു, നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്തൊരു കാര്യമുണ്ട്. എന്താണ്? വാട്ട് ഈസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി? വെരി ഗുഡ്. ആരാ പറഞ്ഞത്? പേര് പറയും. ഷാവിന് നല്ലൊരു കൈയ്യടി കൊടുക്കാം. നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്ത ഒരു വലിയൊരു പ്രോപ്പർട്ടി, അതായത് മനുഷ്യന്റെ ഏറ്റവും വലിയ പവർഫുള്ളായ വാല്യൂ ഉള്ള, അതായത് മനുഷ്യന്റെ എല്ലാ നേട്ടങ്ങൾക്ക് മുന്നിലും മനുഷ്യനെ കൊണ്ടുപോകുന്നത് അവന്റെ ബ്രെയിനാണ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് ഈ സാധനത്തിനാണ്. ഈ സാധനത്തിനെ മെന്റൽ ഡിസോർഡർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. നമ്മളെല്ലാവരും ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എത്ര പേര് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്? അധികം ആൾക്കാർക്ക് മെന്റൽ ഹെൽത്ത് ഇല്ല. മെന്റൽ ഹെൽത്ത് കേരളത്തിൽ പോയി. അതുകൊണ്ടാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്. പോകാൻ എന്താ കാരണം? നിരന്തരമായിട്ട് പോകുന്ന ഒരുപാട് തരത്തിലെ ഡ്രഗ്സ് നമ്മൾ അടിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഡ്രഗ്സ് റീൽസ്. അറിയോ? റീൽസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കോഗ്നിറ്റീവ് എററാണ് സംഭവിക്കുന്നത്. ചിന്താപരമായ ശക്തി പോവുകയാണ്. സിനിമകൾ, അതുപോലെയുള്ള എല്ലാവിധ സംവിധാനം, മീഡിയ, സോഷ്യൽ മീഡിയ എല്ലാം നശിപ്പിക്കുന്ന നമ്മളെ മെന്റൽ ഹെൽത്താ. നല്ല ചിന്തകൾ വരുന്നില്ല, നല്ല ക്രിയേറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുക. സിമ്പിളായിട്ട് ഞാൻ ഈ സദസ്സിൽ നിന്ന് എക്സാമ്പിൾ കാണിക്കാം. നിങ്ങൾ 1 എന്ന് പറയുന്ന സമയത്ത് 2 പ്രാവശ്യം കൈയടിക്കണം. 2 എന്ന് പറയുന്ന സമയത്ത് 1 പ്രാവശ്യം കൈയടിക്കണം. 3 എന്ന് പറയുന്ന സമയത്ത് കൈയടിക്കാൻ പാടില്ല. എല്ലാവരും പാർട്ടിസിപ്പേഷൻ ചെയ്യുവോ? ആർ യു റെഡി? ഒന്ന് ശക്തി വരണ്ട. എന്താണ് നിങ്ങൾ? ആർ യു റെഡി? എനർജി ഇല്ലാതെ നീ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞ പോലെ ഓപ്ഷൻ ഇല്ലാതെ മൂവ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഓക്കെ, 1 കൈ ഉയർത്തി ചെയ്യണേ. കൈ ഉയർത്തി കാണാൻ വേണ്ടിട്ടാ. 1 2 3. ഞാൻ കണ്ടില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് മെമ്മറി? 3 എന്ന് പറയുമ്പോ എന്തായാലും പറഞ്ഞിരുന്നേ. ഇപ്പൊ അടിച്ചത് എന്തുകൊണ്ടാ? കഴിഞ്ഞ്. നമുക്ക് ഇവിടെ ഒന്നുമല്ല, കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇത് റിയാലിറ്റിയാണ്. നമ്മളെ മെന്റൽ ഹെൽത്ത് ഒക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഓർമ്മശക്തിയും ഇതൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ മെമ്മറി കഴിവൊക്കെ പോയി. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു നമ്പർ പോലും ഓർത്തു വെക്കാൻ പറ്റുന്നില്ല. പല സമയത്ത് പല കാര്യങ്ങളും മറന്നു പോകുന്നു. മാനസികമായ സംഘർഷം വരുന്നു. 1 പറഞ്ഞ 2 കത്തിയെടുത്ത് കുത്തുന്നു. മെന്റൽ ഹെൽത്ത് പോയിട്ടുണ്ട് കേരളത്തിൽ. ക്രിയേറ്റീവായിട്ടുള്ള എത്ര ബ്രാൻഡ് നമ്മളെ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾ ലോകത്തുള്ള പല ബ്രാൻഡുകൾ യൂസ് ചെയ്യല്ലാതെ നമ്മുടെ ഭാഗത്ത് നല്ല കമ്പനികൾ വരുന്നില്ല, നല്ല ബിസിനസ്സുകൾ വരുന്നില്ല, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ വരുന്നില്ല. വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. ഒന്നുകൂടി ട്രൈ ചെയ്യാം. 1 2 3. ഇപ്പൊ എന്തുകൊണ്ടാണ് പൊട്ടുന്ന ഒച്ച കേൾക്കാത്തറിയോ? കുറെ ആൾക്കാർ അടിയുടെ സ്പീഡ് കുറച്ചു. ഇതാണ് അവിടെ രണ്ടാമത്തെ നമ്മുടെ പണി. റിസ്ക് എടുക്കണ്ട. അടിച്ചാലല്ലേ പൊട്ടുള്ളൂ, തുടങ്ങിയാലല്ലേ പൊട്ടുള്ളൂ. ബിസിനസ് തന്നെ തുടങ്ങണ്ട, പരിപാടിക്ക് തന്നെ പോകണ്ട, എന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ അവിടെ രണ്ടാമത്തെ ഒരു തീരുമാനം എന്താ? മതി, പൊട്ടാനാവില്ല. അപ്പൊ എല്ലാവരും എന്താ, ശബ്ദമൊക്കെ കുറച്ച് അടിയൊക്കെ ഒഴിവാക്കി. അഥവാ പൊട്ടുകയാണെങ്കിൽ അവിടെ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യല്ലേ ചെയ്യുന്നത്, നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുകയാണെന്ന് ചെയ്യുന്നത്. ഒന്നുകൂടി ഒരു ചാൻസ് കൂടി തരാം. എല്ലാവരും പാർട്ടിസിപ്പേഷൻ ചെയ്യുക. ആർ യു റെഡി? എന്ത് എസ് ആണത്? ആർ യു റെഡി? 1 2 3. 1 3. എങ്ങനെയുണ്ട്? നല്ല ഹെൽത്ത് അല്ലേ? 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അത്രത്തോളം അലൈൻമെന്റ് തെറ്റിക്കടിക്കാൻ. ഇതിന് കൊഗ്നിഷൻ എറർ എന്നാ പറയാ. ഇത് ലൈവായിട്ട് നിങ്ങൾ കാണുവാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് മെമ്മറി, നമ്മുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി നടക്കുന്നില്ല. അപ്പൊ ട്രെൻഡ് ഈ പരിപാടി വെച്ചു. ഇതിൽ തന്നെ എത്ര പേര് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നുണ്ട്? എത്ര പേര് ഇത് യൂസ് ചെയ്തു? വളരെ കുറവാണ്. ഇത്ര ആൾക്കാരൊന്നുമല്ലല്ലോ നമ്മളുള്ളത്. എത്ര ജനങ്ങളുണ്ട് നമ്മൾ. എന്താ നിങ്ങളൊരു ഗാനമേള വെച്ച് നോക്കിയാൽ, ഒരു പരിപാടി വെച്ച് നോക്കിയാൽ എത്ര ആളുകളായിരിക്കും അവിടെ വരിക? ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വെക്കുമ്പോൾ ആളില്ല എന്ന് പറയാൻ നമ്മൾ ഉള്ള ജനങ്ങളെ വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ആളുകളുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ പാർട്ടിസിപ്പേഷൻസ്, നമ്മളെ ഇൻവോൾവ്മെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഒറ്റ കാര്യം ഞാൻ ചോദിക്കാം. നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ഹിസ്റ്ററി എടുത്ത് നോക്കുക. എത്ര പേര് എന്റർടൈൻമെന്റ് അല്ലാതെ എഡ്യൂക്കേഷൻ ലെവലില് നിങ്ങൾ എത്ര വീഡിയോസ് കണ്ടിട്ടുണ്ടാവും? എത്ര പുസ്തകങ്ങൾ വായിച്ചു? എത്ര ട്രെയിനിങ്ങിന് പങ്കെടുത്തു? എത്ര പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ സ്കിൽ അപ്ഡേറ്റ്, അതായത് ഒരുപാട് സ്കില്ല് നമുക്ക് ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. ഒന്ന് ടെക്നോളജി പഠിക്കണം, AI പഠിക്കണം, പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടൂൾസുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ എത്ര പുസ്തകം വായിച്ചു കഴിഞ്ഞ വർഷം?
എത്ര ട്രെയിനിങ്ങിന് പങ്കെടുത്തു? എന്തെല്ലാം കാര്യത്തിൽ നമ്മൾ പങ്കെടുത്തത്? നമ്മുടെ കഥ എന്താ? ഈ കാര്യത്തിലൊന്നും നമുക്ക് ഫോക്കസ് ഇല്ല. നമ്മൾ എന്റർടൈൻമെന്റിന്റെ പിന്നാലെയാണ്. അതായത് വരാൻ പോകുന്ന റെവല്യൂഷനിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളുടെ അണ്ടറിലേക്ക് നമ്മൾ വരുന്നു. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന പല ബിസിനസ്സുകളും ഇല്ലാണ്ടാകുമെന്നുള്ളതാണ്. അതെല്ലാം വിഴുങ്ങാൻ പോകുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മളിപ്പോൾ എവിടെയാണ് ജീവിക്കുന്നത്? 3 ലെവലിൽ നമുക്ക് ജീവിക്കാൻ പറ്റും, അല്ലെ? ഇന്നലകളിൽ ജീവിക്കാൻ പറ്റും, ഇന്ന് ജീവിക്കാൻ പറ്റും, നാളെ ജീവിക്കാൻ പറ്റും. ശരിക്കും നമ്മുടെ മാനസികമായിട്ടുള്ള ചിന്തയും നമ്മുടെ ക്രിയേറ്റിവിറ്റിയും നമ്മുടെ ചിന്താഗതിയും മൈൻഡ് സെറ്റും എല്ലാം കിടക്കുന്നത് യെസ്റ്റർഡേ, ഇന്നലകളിലാണ്. അതറിയണമെങ്കിൽ നമ്മൾ അങ്ങാടിയിൽ പോയിട്ട് നമ്മളെ ബിസിനസ്സുകൾ നോക്കിയാൽ മതി. വളരെ കുറച്ച് ആളുകളാണ് ഇന്നത്തേക്ക് പോലും അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ വെബ്സൈറ്റിലും ഗൂഗിളിലും സെർച്ച് ചെയ്താൽ കിട്ടാത്ത ഒരുപാട് കമ്പനികളുണ്ട്, ബ്രാൻഡുകളുണ്ട്. ഇപ്പോഴും ഗൂഗിൾ പേ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരില്ലേ? അതായത് ഇന്നത്തെ ബിസിനസ് അപ്ഡേഷനിലേക്ക് പോലും, അതായത് ഈസി ടു സ്റ്റാർട്ട്, ഈസി ആയിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ പോലും അഡോപ്റ്റ് ചെയ്യാതെ ആ പഴയ ട്രഡീഷണൽ ലെവലിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ വരാൻ പോകുന്ന സ്ലൈഡിൽ കാണിക്കാം. അതായത് നാളേക്ക് വേണ്ടി നമ്മുടെ ബിസിനസ്സിനെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ 100% ഞാൻ ഉറപ്പ് പറയാണ്, അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകളുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറും, അവരുടെ അടിമകളായിട്ട് മാറും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സുകളൊക്കെ ഇപ്പോൾ എവിടെയാണുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ലോകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് എല്ലാ ബിസിനസ്സുകളും ടെക്നോളജി കണക്റ്റഡ് ആണ്. ടെക്നോളജി കണക്റ്റഡ് അല്ലാത്ത ഒരു ബിസിനസ്സിനും ഇനി സക്സസ്ഫുൾ ആവാൻ കഴിയില്ല. പക്ഷെ എന്താ കുഴപ്പമെന്നറിയോ? നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രഡീഷണൽ ലെവൽ അത് നമുക്ക് മാറാൻ കഴിയില്ല. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാവരും കയ്യൊന്ന് കെട്ടിയാ ഓക്കെ. നമ്മൾ ആക്ടിവിറ്റി ഒക്കെ സിൻസിയർ ആയിട്ട് ചെയ്യണേ. ഒന്ന് റിലീസ് ചെയ്തു, കൈയൊന്ന് റിലീസ് ചെയ്തേ. ഒന്നുകൂടി ഒന്ന് കെട്ടിയേ. ആദ്യം പോലെ തന്നെ കെട്ടിയത്, രണ്ടാമതും ആദ്യത്തെ പോലെ തന്നെ കെട്ടിയത് അല്ലേ? എസ് ഓർ നോ? എല്ലാവരും അങ്ങനെ കെട്ടിയത്. എന്താ കാരണം? ശീലമായി. അതന്നെ, നമ്മൾ ശീലങ്ങളാണ്. ഒരുപാട് ശീലങ്ങൾ നമ്മളെ കുറെ കാലങ്ങളായിട്ട് നമ്മൾ ശീലമുണ്ട്. അത് മാറ്റാൻ നമ്മൾ തയ്യാറല്ല. ഇനി ഒന്ന് മാറ്റി കെട്ടി നോക്കി. സാധാരണ കെട്ടുന്നതിൽ മാറ്റി കെട്ടി നോക്കി. ഇതാണ് ഡിജിറ്റൽ വേൾഡിലേക്ക് നമ്മളെ ബിസിനസ്സിനെ മാറ്റുമ്പോൾ അവിടെ നാം മാറ്റി കെട്ടുന്നത്. ചെറിയൊരു ഡിസ്കംഫേർട്ട് ഇല്ല, ചെറിയൊരു പെയിൻ ഇല്ല. ഈ പെയിനും ഡിസ്കംഫേർട്ടും നിങ്ങൾ സഹിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇനി വളരാൻ പറ്റില്ല. ദാറ്റ്സ് എ റിയാലിറ്റി. കാരണം നമുക്കെന്താ കുഴപ്പമെന്നറിയും? ഞാൻ വാപ്പായിട്ട് കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ. ഈ ഒരു വാശി പിടിച്ചിരിക്കുകയാണ്. അതായത് മാറ്റങ്ങളെ ഉൾക്കൊള്ളാതെ പിടിച്ചു നിൽക്കുന്നവൻ ഒലിച്ചു പോകുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ കണക്ട് വിത്ത് ടെക്നോളജി കണക്ട് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ആ ബിസിനസ് നിലനിൽക്കാൻ കഴിയില്ല. അതായത് പണ്ടത്തെ ട്രഡീഷണൽ ബിസിനസിന്റെ വേ എന്ന് പറയുന്നത്, ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ വർഷങ്ങളോളം അതേ ബിസിനസിന്റെ മോഡൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ രണ്ടാമത്തെ ഇതിലേക്ക് വന്ന സമയത്ത് ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ 6-7 വർഷമൊക്കെ, മാക്സിമം 8 വർഷമൊക്കെ അതേ മോഡൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ കാലത്ത് അതല്ല. ഓരോ ദിവസവും അതിൽ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏത് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിലും, ഏത് ബിസിനസ് ചെയ്യാൻ പോകുന്നതെങ്കിലും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. ഈ അപ്ഡേഷൻ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അതായത് പഠിക്കാതെ അപ്ഡേറ്റ് ചെയ്യാതെ ആര് ഏത് പ്രൊഫഷനിൽ നിൽക്കുന്നുണ്ടോ, ഏത് ബിസിനസ് ചെയ്യുന്നുണ്ടോ, അവരുടെ ഒന്നും നിലനിൽപ്പ് ഉണ്ടാവില്ല ഇനി. അതാണ് വരാൻ പോകുന്ന ഫ്യൂച്ചർ. അതിൻ്റെ വലിയൊരു റെവല്യൂഷൻ കാണിക്കാം. അതായത് ടൈം ടു ഷിഫ്റ്റ്. ഇനി വരാൻ പോകുന്ന ഒരു ഷിഫ്റ്റിംഗ് നടക്കാൻ പോവാണ്. വലിയൊരു ഷിഫ്റ്റിംഗ് നടക്കാൻ പോകും. എന്താണ് ആ ഷിഫ്റ്റിംഗ് എന്ന് പറയാം? ഈ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസിങ് ഹ്യൂമൻ ലേബേഴ്സ് വിത്ത് മെഷീൻ. അതായത് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മെഷീനിലേക്ക് കൺവേർട്ട് ആവും. പണ്ട് കാലങ്ങളിൽ നമ്മളൊരു മരം വലിച്ചിരുന്ന് എങ്ങനെയാണ് നോക്കുക? എല്ലാവരും കൂടി പിടിച്ചിട്ടല്ലേ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ആ പാട്ടൊക്കെ പാടിയിട്ട് മരം നീക്കി. കുറച്ച് കഴിയുമ്പോൾ എന്ത് വന്നു? ആനനെ പിടിച്ച് മാറ്റാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് എന്ത് വന്നു? JCB പിടിച്ചിട്ടൊക്കെ നീക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ക്രൈന് വന്നു അല്ലേ? എല്ലാ മെഷീനറികളും വരുമ്പോൾ ഹ്യൂമൻ എഫേർട്ട് കുറയും. അതായത് ആംപ്ലിഫൈ ദ ഹ്യൂമൻ പൊട്ടൻഷ്യൽ വിത്ത് മെഷീൻ. അപ്പൊ എന്താ സംഭവിക്കുക? ആൾക്കാരെ പണി പോവൂലേ? ഒരു മരം വലിക്കുമ്പോൾ എത്ര പേര് വേണ്ടി വരും? ഒരു 10 പേര് വേണ്ടിയല്ലേ? ആ സ്ഥാനത്ത് ഒരു മെഷീനും ഒരു വർക്കറും മാത്രം, ഒരു ക്രൈനും ക്രൈൻ്റെ ഓപ്പറേറ്ററും മാത്രം മതി. എത്ര വലിയ സാധനം വലിക്കാൻ പറ്റും അല്ലേ? അപ്പൊ മെഷീനറികളെ ആംപ്ലിഫൈ ചെയ്തത് ആദ്യം മുതൽ മൃഗങ്ങളെ വെച്ചിട്ടായിരുന്നു.
രണ്ടാമത്തത് കറണ്ട് കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ മറ്റുള്ള പവേഴ്സുകൾ കണ്ടുപിടിച്ചു. ഇതെല്ലാം കൂടിയപ്പോൾ മെഷീനറികളെ ഹ്യൂമൻ റീപ്ലേസ് ചെയ്യപ്പെട്ടു. അത് റെവല്യൂഷനാണ്. ഈ ഓരോ കാലഘട്ടം വന്നു. പക്ഷെ ഇവിടെ വന്ന അപകടം അതൊന്നുമല്ല. ആ മെഷീൻസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും ആവശ്യമില്ല. ആൾറെഡി ഉള്ള മെഷീൻസിനെ കൺവേർട്ട് ഫോർ ദ ഓട്ടോമേഷൻ. അതായത് ആ മെഷീനെ ഓപ്പറേറ്റ് ചെയ്യാൻ ആൾ വേണ്ടിയിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് മാനുവൽ. നൗ ഈസ് ഓട്ടോമേറ്റഡ് ആണ്. ഓട്ടോമേഷൻ എന്ന് പറയുന്ന സംവിധാനം മനുഷ്യൻ കണ്ടുപിടിച്ചു. അതായത് ഹ്യൂമൻ എഫേർട്ട് ഇല്ലാതെ കംപ്ലീറ്റ്ലി അത് ഓട്ടോമേഷൻ. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? 24 hours വിത്തൗട്ട് എനി ഹ്യൂമൻ കോസ്റ്റ് എഫക്റ്റീവായി ഒരാളെ ആവശ്യമില്ലാത്ത സാധനം പ്രവർത്തിക്കും. പിന്നെ ഒരാളെ വെക്കുമോ നമ്മൾ പണിക്ക്? വെക്കുവോ? വെക്കില്ല. അപ്പൊ അത് ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ, തൊഴിലുകളൊക്കെ എന്തായി മാറും? ഫിനിഷ്. അതിലേക്ക് കുറെ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനത്തെ ജോലികൾക്ക് എന്താ സംഭവിക്കുക? ആ ജോലിയൊന്നും ഒരിക്കലും കിട്ടില്ല. അപ്പൊ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭാവിയിലേക്ക് ജോലിക്കാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും നമ്മൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ സംവിധാനം, ഗവൺമെന്റ് ഒക്കെ മാറ്റം വരുമ്പോഴേക്ക് ലോകം അവസാനിക്കും. നിങ്ങൾ മാറുക, ലോകം മാറാൻ കാത്തിരിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇത് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണേ. മെഷീനറികളെ മുഴുവനും ഹ്യൂമൻ റീപ്ലേസിങ് ഹ്യൂമൻ ലാബേഴ്സ് വിത്ത് മെഷീൻ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ പൊട്ടൻഷ്യൽ ആംപ്ലിഫൈ വിത്ത് മെഷീനാണ്. അത് ആംപ്ലിഫൈ ചെയ്യപ്പെടുക. രണ്ടോ, അതിനെ ഓട്ടോമേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇത് ഓട്ടോമേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് നിങ്ങളുടെ മുമ്പിൽ തെളിവുണ്ട്. എലോൺ മസ്ക് എന്ന് പറയുന്ന ലോകം കണ്ടതിൽ വെച്ച് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ സ്പേസ് എക്സിലൂടെ ഒപ്റ്റിമസ് ഹ്യൂമനൈസ്ഡ് റോബോട്ട്സുകൾ വന്നു, അല്ലെ? മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്ന റോബോട്ട്സുകൾ. ഇവർക്കൊരു സാധനം കൊടുത്തിട്ടുണ്ട്, ബുദ്ധിയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ റോബോട്ട്സുകൾ വന്നു. ഈ റോബോട്ട്സുകളൊക്കെ ഇനി നമുക്ക് തരുന്ന മെസ്സേജ് എന്താണെന്നറിയോ? ആസ് എ ഹ്യൂമൻ എന്നുള്ളവർക്ക് ചെറിയ കഴിവുകളെ കൊണ്ടോ ചെറിയ അറിവ് കൊണ്ടോ ഒരു കാര്യമില്ല. കാരണം എന്താ? അറിവുകളെല്ലാം ഓപ്പണായി. ലോകത്തുള്ള സകല അറിവുകളും ഓപ്പണായി. അറിവ് കൊണ്ട് ഒരിക്കലും ഒരു കാര്യമില്ല. കാരണം എന്തും ആർക്കും എപ്പോഴും ഒരു വിരൽ തുമ്പിൽ അറിയാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. കഴിവുള്ള നല്ല റോബോട്ട്സുകൾ, നല്ല മെഷീനറികൾ, നല്ല ഓട്ടോമേഷൻസ് സാധനം വന്നു. ഇനി എന്തിനാ? അവിടെയും മനുഷ്യന്റെ സാധ്യതകൾ കുറയാണ്. അതായത് വരാൻ പോകുന്ന കാലത്ത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല, 90% ഇപ്പോൾ ഉള്ള കരിയറുകൾ അവസാനിക്കാൻ പോവാം. 10% ആളുകൾക്ക് മാത്രമേ കരിയർ ഉണ്ടാവുള്ളൂ. അത്രത്തോളം ഡിക്ലൈൻ ചെയ്യാൻ പോവുകയാണ്. ഈ തെളിവുകൾ ഞാൻ പറയാം. അതായത് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം മെഷീനറികൾ ഇറങ്ങുന്നുണ്ടോ അതെല്ലാം ഇന്റർനെറ്റുമായി കണക്റ്റഡ് ആയിരിക്കും. അത് ജനറേറ്റ് ചെയ്യുന്നത് സ്വയം ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കുന്ന സാധനങ്ങളായിരിക്കും. ഇനി എന്തൊരു AC വരികയാണെങ്കിൽ ലൈറ്റ് ഒരാളിടേണ്ട ആവശ്യമില്ല. അതായത് ഒരു ഓപ്പറേറ്ററുടെയോ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട ആൾക്കാരുടെയോ ഒരു ആവശ്യകതയും ഇല്ലാതെയാണ് ലോകം സഞ്ചരിക്കാൻ പോകുന്നത്. അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളാരാ? ഉസ്താദുൽ അസാത്തീദ്. ആരാ? അതാണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ഉസ്താദ്. ഈ ഉസ്താദിന്റെ പ്രത്യേകത എന്താ അറിയാ? ഉസ്താദ്മാർ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ ഉസ്താദിന്റെ പ്രത്യേകത എന്താ പറയാ? എല്ലാ കിതാബും ഓതിയ ആളാണ്. എല്ലാ കിതാബും ഓതിയ ഒരു ഉസ്താദിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പറയില്ലേ കിതാബ് തിരിയണ ഉസ്താദ് എന്നൊക്കെ പറയില്ലേ? എവിടെന്ന് ചോദിച്ചാലും ഉടനെ മറുപടിയാണ്. അതാണ് ഈ ഉസ്താദിന്റെ പ്രത്യേകത. ഈ ഉസ്താദിന്റെ പ്രത്യേകത എന്താ? എന്ത് ചോദിച്ചാലും ഉടനെ മറുപടി. ഇങ്ങനെ ഒരാൾ ഉണ്ടാവുന്ന സമയത്ത് അല്പ അറിവുള്ള ഒരാളെടുത്ത് ആർക്കെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടോ? ആസ് എ ട്രെയിനർ, ആസ് എ കൺസൾട്ടന്റ് നമ്മുടെയൊക്കെ പണി പോയി, ടീച്ചേഴ്സിന്റെ പണി പോയി. കാരണം ടീച്ചർ അവിടുത്തെ ഒരു ഇൻഫർമേഷൻ പറയുന്നതിന് മുമ്പ് സുഖസുന്ദരമായി AI വളരെ കൃത്യമായിട്ട് ആ കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്ത് കാര്യത്തിനെ കുറിച്ചും, എനിത്തിങ് ഇൻ ദ വേൾഡ്. ബിക്കോസ് ലോകത്തുള്ള എല്ലാവിധ നോളജും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏതിലേക്ക്? AI ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇപ്പോഴാണ് കൊമേഴ്സ്യലായിട്ട് ഇത് അവൈലബിൾ ആയത്. അതുകൊണ്ട് AI എന്ന് പറയുന്നത് ഓപ്പൺ AIയുടെ AIയും അതുപോലെ ചൈനയുടെ CPDക്കും അതുപോലെ ഒരുപാട് AI സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഇനി അറിവുകൾ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. മെഷീനറി ഓട്ടോമേഷൻ ചെയ്യുന്നതോടുകൂടെ കഴിവ് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ വരാൻ പോകുന്ന കളി എന്താ? വൈ ദിസ് ഷിഫ്റ്റ്? എന്തുകൊണ്ടാണ് ഇത് ഷിഫ്റ്റ് ആയത്? നമ്മുടെ ചോദ്യമാണിത്. എന്തുകൊണ്ട് ഇത് ഷിഫ്റ്റ് ആയി? നിങ്ങൾ എൻ്റെ കൂടെ തന്നെ അല്ലേ? ആരും റെഡി? ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ, ഇനി ഈ കാര്യങ്ങളൊന്നും കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അർജന്റ് ഉണ്ടാവും, തിരക്കുകളുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ 2025 കഴിയുമ്പോഴേക്ക് നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിൽ ആ മേഖലയിൽ അടി കിട്ടാൻ പോകുന്ന കാര്യം ഞാൻ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ഷിഫ്റ്റ് വന്നത്? ഈ
ഈ ഷിഫ്റ്റ് വന്നതിന് മുമ്പ് നിങ്ങൾക്ക് ബിസിനസ് എന്താണെന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരൊറ്റ കാര്യം പറയാം. ലോകത്ത് 4 തരം ബിസിനസ്സാണുള്ളത്. നിങ്ങൾ ഏത് തരം സാധനം ചെയ്യുകയാണെങ്കിൽ 4 ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ ബിസിനസ് ക്രിയേറ്റിംഗ് ഇന്നോവേഷൻ ആണ്. അതായത് ഒരു പുതിയ സാധനം കണ്ടുപിടിക്കുക, അത് സെല്ല് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. എന്താണ് ഒന്നാമത്തെ? ക്രിയേറ്റിംഗ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പം ഈ റൂമിൻ്റെ ഉള്ളിൽ ആരും കാണാത്ത ഒരു 3 സാധനങ്ങൾ കണ്ടുപിടിച്ചേ. പെട്ടെന്ന് നിങ്ങൾക്ക് ഇന്നോവേഷൻ ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ്. ആരും കാണാത്തൊരു 3 സാധനം കണ്ടുപിടിച്ചേ. കണ്ടെത്തിയ ആൾക്കാരൊന്ന് കൈമതിക്കുക. യെസ്, പൊന്നിച്ച ആളൊന്ന് എണീറ്റിക്കുക. പറയൂ, എണീക്ക് പറഞ്ഞോളൂ. എന്തായാലും കുഴപ്പമില്ല, പറഞ്ഞോളൂ. പറയൂ. നന്നായിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെ തന്നെയാണ് ഉള്ളത്. നമ്മൾ പറയേ എന്താ? അതുകൊണ്ട് നിങ്ങൾ ഇരുന്നോളൂ. നമ്മളെ അവസ്ഥ ഇപ്പോൾ അവിടെയുള്ളത്. ഉക്ക് തൂങ്ങിക്കിടക്കണ വയറ്, കത്താത്ത ലൈറ്റ് കണ്ടോളേ. ഇതന്നെ നമ്മളെ ക്രിയേറ്റിവിറ്റിൻ്റെ പവറാ. നേരം വെളുത്ത് കഴിഞ്ഞാൽ റീൽസിലേക്ക് കയറിക്കോളും. റീലെന്ന് പറയുന്ന സാധനങ്ങളെ ബ്രെയിനെ മരവിപ്പിക്കുന്ന സാധനമാണ്. നിങ്ങളുടെ ബ്രെയിൻ ഹെൽത്ത് കംപ്ലീറ്റ് ഡാമേജ് ആക്കുന്ന സാധനം ക്രിയേറ്റ് ചെയ്ത്. അതുകൊണ്ട് ചൈനീക്ക് ഇറങ്ങുമ്പോഴേക്ക് വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, ഗൂഗിളില്ല, യൂട്യൂബില്ല, ഒന്നുമില്ല, എല്ലാം കട്ടാവും. എന്താ കാര്യം? അവരുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്ന അവിടുത്തെ പോപ്പുലേഷൻ അല്ല. അങ്ങനെയാണ് ഈ ചൈനക്കാരെ കാട്ടി നമ്മൾ ഉഷാറാണ് എല്ലാ കാര്യത്തിൽ. എന്നിട്ടെന്തേ? തലച്ചോറാണ്. അത് പോയാൽ പിന്നെ എന്ത് ജനങ്ങളുണ്ടായിട്ട്? ആഫ്രിക്കയിൽ ജനങ്ങളില്ലായിട്ടാ? തല വേണം, തലച്ചോറ് വേണം. ആൾക്കാർ എത്ര കുറവാ അറബ് രാഷ്ട്രങ്ങളിൽ. എന്താ അവരുടെ റിച്ച്നെസ്? തല ഉണ്ട്, ഉള്ളോന് മൂളുണ്ട്. നമ്മൾ പറയാം അറബികൾ പൊട്ടന്മാരാന്നല്ല. ഒരു പൊട്ടന്മാരാണ് നമ്മളെ പോലെയുള്ള ബിരുദന്മാരെ വെച്ചിട്ട് അങ്ങനെ അവർക്ക് പണിയെടുപ്പിക്കാൻ പറ്റുക? നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് അവര്. അവരുടെ ബുദ്ധി, ക്രിയേറ്റീവ് ആയിട്ടുള്ള ബുദ്ധി, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ബുദ്ധിയുള്ള ആൾക്കാരാ. നമ്മളെ തലച്ചോറ് മുഴുവൻ മരവിപ്പിക്കാൻ സകല ഗെയിമുകൾ. ഇനിയിപ്പോൾ പുതിയ സാധനം അറിയുള്ളൂ, നമ്മളെ കുട്ടികളെ മുഴുവൻ നശിപ്പിക്കാൻ ലഹരി, സിന്തറ്റിക് ലഹരി അടിച്ചു മിന്നിക്കൊണ്ടിരിക്കുക. കൃത്യമായി ഇടപെട്ടില്ലെങ്കിൽ നമ്മളെ മക്കളൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. ഒരുത്തൻ്റെ ബുദ്ധി വർക്ക് ചെയ്യില്ല. അതിലേറെ വലിയ ലഹരിയാണ് ഈ റീൽസും സാധനങ്ങളും. മൊബൈൽ കൊടുക്കാതെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളാ. ഉമ്മമാരെന്താ പറയാ? ഫോൺ കൊടുത്തില്ലോ ഭക്ഷണം കഴിക്കൂലെന്ന് അല്ലേ? ഉറങ്ങണമെങ്കിൽ ഫോണ്, ബാത്റൂമിൽ പോകണമെങ്കിൽ ഫോണ്, എല്ലായിടത്തും ഫോൺ. അഡിക്ഷന് ആ കുട്ടിയൊന്നും ഒരു കാരണവശാലും ബുദ്ധിപരമായ ഒരു കഴിവും ചെയ്യാൻ കഴിയില്ല. അവനെല്ലാം ഇനി വരാൻ പോകുന്നത് വലിയൊരു ദുരന്തത്തിലേക്കാണ്. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം ഈ വിഷയം. അതായത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കുക. ഇവിടെ എത്ര പേര് ചിന്തിച്ചു ഇതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ ഇല്ലേ? ഇതിൻ്റെ ഉള്ളിൽ ബാക്ടീരിയകളില്ലേ? ഇതിൻ്റെ ഉള്ളിൽ മൊബൈൽ റേഡിയേഷൻ ഇല്ലേ? ഒരാളെ ചിന്തി പോയി. എല്ലാവരും കത്തുന്ന ലൈറ്റും പൊട്ടിയ ലൈറ്റും തൂങ്ങി കിടക്കുന്ന വയറും ഒക്കെ പോകണം. അതായത് നമ്മളൊക്കെ ഇപ്പോഴും കിടക്കുന്നത് എന്താ? നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ല, ക്രിയേറ്റീവ് ആവുന്നില്ല, ഔട്ട് ഓഫ് ബോക്സിൽ ചിന്തിക്കുന്നില്ല. കൃത്യമായി മനസ്സിലാക്കുക. ഈ ഒരു ഏരിയ ആര് കൊണ്ടുപോയി എന്നറിയോ? ആരാ കൊണ്ടുപോയത്? പറയേ. ആരും കൊണ്ടുപോയി? ചൈനക്കാർ കൊണ്ടുപോയി. ലോകത്തിലെ ഏറ്റവും വലിയ ഇന്നോവേഷൻസ് ലോകത്ത് ആദ്യം കണ്ടെത്തുന്ന 70% ചൈനീസാ. ലോകത്തിന് ആവശ്യമായ പ്രൊഡക്റ്റ് പോലെ എത്ര പോപ്പുലേഷൻ നമ്മളുണ്ട്, എന്നിട്ടോ അതിൻ്റെ 7 അകലത്തെത്താൻ പറ്റുന്നില്ല. അതായത് നിങ്ങൾ ജീവിതത്തിൽ ലോകത്ത് അവരുടെ പ്രൊഡക്റ്റ് തൊടാതെ ജീവിക്കാൻ പറ്റില്ല. ലോകത്തിലെ ഇന്നോവേഷൻ്റെ 70% അവർ കൊണ്ടുപോയി. അവരെ മറിച്ചു കിടക്കാൻ നമുക്ക് കഴിയില്ല. അത്രയും ക്രിയേറ്റീവാണ്. രണ്ടാമത്തെ ഏരിയ പ്രൊഡക്ഷൻ ലൈനാ. ലോകത്തിൽ നടക്കുന്ന പ്രൊഡക്ഷൻ്റെ 70% ചൈനയിൽ നടക്കുന്നത്. ബിക്കോസ് എന്താ കാരണം? ഹ്യൂജ് പ്രൊഡക്ഷൻ ലൈന്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി, ലോകത്ത് മുഴുവൻ മാർക്കറ്റ് ചെയ്യുന്ന സംവിധാനം. നമ്മളിപ്പോൾ എക്സ്പോ വെക്കുന്നുണ്ട്. ഈ എക്സ്പോ നമ്മളിപ്പോൾ അടുത്ത ചർച്ചകളും ഇതിൽ തന്നെ ആൾക്കാർ വരുന്നില്ല. അവർ 1957 കാൻഡൻ ഫെയർ എന്ന് പറയുന്ന ഒരു ഫെയറിൻ്റെ സ്ഥിരമായ എക്സിബിഷൻ സെന്റർ ഉണ്ടാക്കി. ഏത് കാലത്ത്? 1957 ലോകത്തുള്ള മുഴുവൻ ആൾക്കാർ അന്ന് മുതൽ പോകുന്നു. ഞാൻ 22ാമത്തെ വയസ്സ് മുതൽ ആ ഫെയറിന് പങ്കെടുക്കുന്ന ആളാ. കഴിഞ്ഞ ഫെയറിനും പോയി. എല്ലാ കൊല്ലം 1-2 പ്രാവശ്യം ചൈനയ്ക്ക് ആ ഫെയർ കാണാൻ വേണ്ടി പോകും. അന്ന് 22ാമത്തെ വയസ്സ് മുതൽ ഞാൻ പോകുന്നു. കാരണം എന്താ? ലോകത്ത് വരാൻ പോകുന്ന എല്ലാവിധ റെവല്യൂഷനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നമ്മൾ ഇപ്പോഴും ഒരു എക്സിബിഷൻ വെച്ച് അത് കാണാനും ആളില്ല, പഠിക്കാനും ആളില്ല, ഇപ്പോഴും അന്തം വിട്ട് നടക്കുക. നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കൃത്യമായി മാർക്കറ്റ് റിസർച്ചിലേക്ക് കുട്ടികളെ വിടണം. എക്സ്പോകളിലേക്ക് ആ സ്കൂളുകൾ ഇനീഷ്യേറ്റ് എടുത്ത് ബസ് വെച്ചിട്ട് എക്സ്പോകളിലേക്ക് വരണം. ഇങ്ങനത്തെ സെമിനാറുകളിൽ പങ്കെടുക്കണം. അല്ലാതെ ക്ലാസ് റൂമിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കിട്ടില്ല. അപ്പൊ ഈ ഒരു ലെവലിൽ ആര് കൊണ്ടുപോയി?
ചൈനക്കാർ കൊണ്ടുപോയി. ഞാൻ അടുത്ത് പോയിക്കോളി. മൂന്നാമത്തെ ബിസിനസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റീറ്റെയിലാണ്. ഇത് ആരെ കയ്യിലാ? പേടിപ്പിക്കാൻ വേണ്ടി വരുന്നത് റിയാലിറ്റി എന്നെ പറയണം അല്ലേ? നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി എനിക്ക് ട്രെയിനിങ് എടുക്കാൻ അറിയാം, മോട്ടിവേറ്റ് ചെയ്യാനും അറിയാം. ലോകത്തെ ഏറ്റവും കൂടുതൽ സമയം ക്ലാസ് എടുത്ത വേൾഡ് റെക്കോർഡ് എൻ്റെ പേരിലാണ് ഉള്ളത്. എനിക്ക് വേണമെങ്കിൽ അനക്കെ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ നാളെ പടച്ചോ എന്നോട് ചോദിക്കും. സത്യമായിട്ട് ഇത് ആര് കൊണ്ടുപോയി? റീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷൻ 2 വിഭാഗം ആൾക്കാർ കൊണ്ടുപോയി. ആരൊക്കെയാണ്? ഒന്ന് ഇ കൊമേഴ്സ്, ആമസോൺ അടക്കമുള്ള ലോക കുത്തക ഇ കൊമേഴ്സ് കമ്പനികളുണ്ട്. രണ്ടാമത് ഇതാ വരുന്നു കോർപ്പറേറ്റ്സ് എൻട്രി. എല്ലാ സ്ഥലത്തും കോർപ്പറേറ്റ്സിൻ്റെ അടിപൊളിയായിട്ടുള്ള മാളുകൾ വന്നു. ഇനി ആ മാളിൻ്റെ കൾച്ചറാ എങ്ങനെ ഉണ്ടാവും? ഒരു മാളൊരു ഏരിയകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വരുമോ? എന്താ ന്യൂജനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ എന്നോട് തന്നെ ചോദിക്കുന്ന നിങ്ങളൊക്കെ എന്താ ന്യൂജനൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ മാൾ അപ്പുറത്തിട്ട് കുഞ്ഞാക്കാൻ്റെ കടിക്ക് പോവോ? പോവില്ല. ഇമ്രാക്കാൻ്റെ കടിക്ക് പോവോ? പോവില്ല. മാളിലൊക്കെ കയറുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഏരിയ മൊത്തം അവരും കൊണ്ടുപോയി. ഇനി അതല്ലെന്നറിയോ? ഇനി നമുക്ക് ഇന്ത്യയിൽ 65% സർവീസ് സെക്ടറിലായിരുന്നു. IT എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് കയറിയിരുന്നു ബാംഗ്ലൂർക്കൊക്കെ. സർവീസ് സെക്ടർ എന്താ വരാൻ പോകുന്നത്? AI എന്ന് പറയുന്ന ആ ഒരു ഇൻ്റലിജൻസ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള മെഷീനറി ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കംപ്ലീറ്റ് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെ 90% ജോബുകൾ 2025 ക്ലിയറായി. ഇപ്പം ഞാൻ എന്താ ചെയ്യുക? നമ്മളെവിടെ ചെയ്യാം? നമ്മളിപ്പോഴും ചർച്ചയില്ല. എന്തിനെ കുറിച്ച്? വിദ്യാഭ്യാസ നയം മാറ്റണോ മാറ്റണ്ടേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണോ ചെയ്യണ്ടേ? ചർച്ച നടന്നുകൊണ്ടിരിക്കുക. ചർച്ചയല്ല ഇവിടെ അവസാനിച്ചേക്കണ്. ഇത് മുഴുവൻ 4 ഏരിയയാണ് നമുക്ക്. ഈ 4 ഏരിയയും പോയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എത്രയും ഫാസ്റ്റായിട്ട്, അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോഴ്സുകളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് ഒരു ജോലിക്ക് വേണ്ടി തെണ്ടിയാലും കിട്ടൂല. ഒരു ബിസിനസ് ആണെങ്കിൽ അത് വിജയിക്കാൻ സാധ്യതയില്ല. ഇതിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം. സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യാണ്. അതായത് പീപ്പിൾ ഷിഫ്റ്റ് ടു ഡിജിറ്റൽ സ്പേസ്. വരാൻ പോകുന്ന റെവല്യൂഷൻ അല്ലെങ്കിൽ ഇന്ന് വന്ന റെവല്യൂഷൻ എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ മാറ്റം കൊണ്ടുവരണം? മനുഷ്യന്മാർ മുഴുവനും എന്തിലേക്ക് മാറി? ഡിജിറ്റൽ സ്പേസിലേക്ക് മാറി. ഈ ഡിജിറ്റൽ സ്പേസിലേക്ക് മാറിയതിനെ ഓപ്പർച്യൂണിറ്റിനെ ആര് ക്യാപ്ചർ ചെയ്തു? വലിയ കോർപ്പറേറ്റ്സുകളും കൃത്യമായി അത് കൈകാര്യം ചെയ്തു. നമ്മളതിലേക്ക് മാറിയില്ല. അതായത് ഓഫ്ലൈനിൽ നിന്നും ഓൺലൈനിലേക്ക് മാറിയ വലിയ റെവല്യൂഷൻ വേൾഡ് വൈഡ് വന്നിട്ടുണ്ട്. അതിനനുയോജ്യമായ രീതിയിൽ നമ്മൾ ഇന്നും അതിലേക്ക് അഡോപ്റ്റ് ചെയ്ത് നമ്മളെ എല്ലാ സംവിധാനം നോക്കി നമുക്ക് അറിയാൻ പറ്റും. അതായത് ടെക്നോളജി ഫ്രണ്ട്ലി ആയിട്ട് മോർ ട്രസ്റ്റ്, ഡിജിറ്റൽ ടൂളിനെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ജനങ്ങൾ വന്നു. അതുപോലെ തന്നെ മെഷീൻസിനെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ വന്നു. അതായത് നമ്മൾ മനുഷ്യനേക്കാളും കൂടുതൽ നമ്മൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ആരെയാണ്? ടെക്നോളജിയാണ്. സാർ ഒരു യാത്ര ചെയ്യുവാണെങ്കിൽ പണ്ട് വഴി ചോദിച്ചിരുന്നു, ഇപ്പൊ ഗൂഗിൾ മാപ്പിനാണോ ചോദിക്കുക അല്ലേ? പണ്ട് ആളുകളോട് ചോദിച്ചു, ഇപ്പൊ ഗൂഗിളിനോടാ ചോദിക്കുക. പണ്ട് ഒരു മനുഷ്യന്റെ അറിവ് നേടാൻ വേണ്ടി അയാളോട് ഇപ്പൊ ഈ AI-നോട് ചോദിക്കാൻ പോകുന്നത്. അതായത് ഹ്യൂമൻ മോർ കംഫർട്ട് ദാൻ, മനുഷ്യനോടുള്ളതിനേക്കാളും സ്നേഹവും അടുപ്പവും ഇനി എന്തിനോടായിരിക്കും? വൈഫ് 4 ദിവസത്തിന് പോയ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഫോൺ നിങ്ങൾ 4 ദിവസത്തിന് തരാൻ പറ്റുമോ? നെറ്റില്ലാതെ നിങ്ങൾ നെറ്റ് തന്നെ കട്ടാക്കി. അതായത് വരാൻ പോകുന്ന 2025 നിങ്ങളുടെ ഇന്റർനെറ്റ് 1 മണിക്കൂറിൽ കട്ടായി കഴിഞ്ഞാൽ ലോകത്ത് 1000കണക്കിന് ആൾക്കാർ സൂയിസൈഡ് ചെയ്യും എന്നാ പറയുന്നു. അങ്ങനെ ഉണ്ടാവും. ഇന്റർനെറ്റ് 1 മണിക്കൂർ കട്ടായാൽ 1000കണക്കിന് ആൾക്കാർ സൂയിസൈഡ് ചെയ്യും. ഇന്റർനെറ്റ് കട്ടായാൽ അത്രയും അഡിക്ഷനിലേക്ക് കൊണ്ടുപോയി. എന്തിനു കൊണ്ടുപോയി? നിങ്ങൾ മനസ്സിലാക്കണം, ഫേസ്ബുക്കും ഈ AI-യും ഇൻസ്റ്റഗ്രാമും ഉണ്ടാക്കിയത് അതിൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ സമരമൊന്നല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അധികം ആൾക്കാർ വിചാരം ഇത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് ഭയങ്കര ദീന ഉദ്ദേശം ഉണ്ടാക്കിയല്ല. അവരിത് ഉണ്ടാക്കിയത് തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയം അപഹരിക്കുവാനും അതിലൂടെ ബിസിനസ് ഉണ്ടാക്കാനും പൈസ ഉണ്ടാക്കാനുമാണ്. ഒരു നന്മയിലും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നമ്മളെ ബിസിനസ്സിന് വേണ്ടി വേണം യൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല, നമ്മളെയാണ് അവർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ക്വാളിറ്റി ഉള്ള സമയമാണ്. അതായത് നിങ്ങളുടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് 5 മണിക്കൂർ to 6 മണിക്കൂർ വരെ വരുന്നുണ്ട്. ഈ 6 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എത്ര പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് അത് ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞു. അതായത് നോക്കിക്കോളൂ, ഫിസിക്കൽ ഷോറൂമിൽ നിന്ന് ഡിജിറ്റൽ ഷോറൂമിലേക്ക് മനുഷ്യൻ ഷിഫ്റ്റ് ചെയ്തു. ഇനി ഫിസിക്കലി നമ്മളൊരു സാധനം പോയി എക്സ്പീരിയൻസ് ചെയ്യുക, മേടിക്കുക എന്നുള്ളത് മാറി ഡിജിറ്റലാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. മോർ കംഫർട്ട് ഡിജിറ്റൽ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മാനുഫാക്ചർ ഹോൾസെയിലർ അടുത്ത് കൊടുത്തിരുന്നു, അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് വന്നിരുന്നു, അവിടുന്ന് റീറ്റെയിൽ വന്നിരുന്നു, അവിടുന്ന് കൺസ്യൂമറിലേക്ക് പോയിരുന്നു. ഇനി അങ്ങനെ പോവില്ല. ഇനി എവിടുന്നാ പോവുക? മാനുഫാക്ചർ നേരെ ഒരു മാർക്കറ്റ് പ്ലേസിലേക്ക് എൻ്റർ ചെയ്യും. അതായത് ഒരു വെബ്സൈറ്റിലേക്ക്. ആ വെബ്സൈറ്റിൽ നിന്ന് നേരെ കൺസ്യൂമറിലേക്ക് പോകും. അതായത് B2C. ഒരിക്കലും ഇനി അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഹോൾസെയിലറെ ആവശ്യമില്ല, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആവശ്യമില്ല, റീറ്റെയിൽ, ഇവരുടെയൊക്കെ പണി പോകും. അതിൻ്റെ തെളിവുകൾ ഞാൻ കാണിച്ചു തരാം.
അതായത് ഫിസിക്കൽ പേയ്മെന്റ് ഡിജിറ്റൽ പേയ്മെന്റ് ആയോ? ആയില്ലേ? ഇനി ഇന്റർനെറ്റ് കട്ടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങളെ കയ്യിൽ എത്ര ആളത്ത് ക്യാഷ് ഉണ്ട്? പൈസ ഉണ്ട് നിങ്ങളത്തൊക്കെ, കറൻസി, ഫിസിക്കൽ കറൻസി എടുക്കാനില്ല. നിങ്ങളുടെ ഓരോ ട്രാൻസാക്ഷൻ, അതായത് എല്ലാവരും പോയി, കിളി പോയി, 2 സാധനം ബ്ലോക്ക് ആക്കിയാൽ മതി. ഒറ്റന്ന് ഇന്റർനെറ്റിന്റെ പ്രവർത്തനം നിൽക്കുക, പേയ്മെന്റ് പ്രവർത്തനം നിൽക്കുക, നിങ്ങൾ അനങ്ങൂല. അതായത് ഒരു കടലക്കച്ചവടം ചെയ്യുന്ന ആൾ വരെ അക്കൗണ്ടബിൾ പേഴ്സണായി ഗവൺമെന്റ് കയ്യിൽ കൃത്യമായി ട്രാക്കായി. നിങ്ങൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എത്ര പൈസ ഇടപാട് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റഡ് ആയി. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിൻ്റെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് ആളുകൾ ചിന്തിച്ചു. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇനി 2 വിഭാഗം ആൾക്കാരുടെ അടിമകളായി നമ്മൾ മാറും. 1 കോർപ്പറേറ്റ്സിന്റെ, 2 ഗവൺമെന്റിന്റെ. അനങ്ങാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി കയറണമെങ്കിൽ, സമരത്തിന് പോകണമെങ്കിൽ കയ്യിൽ ക്യാഷ് വേണ്ടേ? ഒന്നും വേണ്ട, ആ ഏരിയയിൽ ഇന്റർനെറ്റ് ബ്ലോക്ക് ചെയ്താൽ മതി. ഒരു കുട്ടി അനങ്ങൂല, മൂത്രമൊഴിച്ചിലും കുഴപ്പമുണ്ടാവില്ല, ഇന്റർനെറ്റ് കട്ടാൻ പറ്റില്ല ഇനി. അതായത് വരാൻ പോകുന്ന റെവല്യൂഷൻ അതാണ്. അതായത് ഫിസിക്കൽ ഓർഡറിൽ നിന്ന് ഹോം ഡെലിവറിയിലേക്ക്. അതായത് ഇനി വരാൻ പോകുന്ന കച്ചവടങ്ങളിൽ നമ്മൾ ഫിസിക്കലി കച്ചവടം ചെയ്യുകയാണെങ്കിൽ 50% കച്ചവടം കട്ടാവും. അതിനെ ഹോം ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ബിസിനസ് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ആ മാറ്റത്തെ നമ്മൾ മനസ്സിലാക്കുക. അതായത് കസ്റ്റമറുടെ ബിഹേവിയർ ചേഞ്ച് ആയി. വാട്ട് ഇസ് ദ റീസൺ? കസ്റ്റമറുടെ ബിഹേവിയർ ചേഞ്ച് ആയിട്ടുണ്ട്. അത് നമ്മൾ റിയാലിറ്റി. ഇത് ആര് മനസ്സിലാക്കി? എല്ലാ കോർപ്പറേറ്റ്സുകളും മനസ്സിലാക്കി. എല്ലാവരും, നമ്മൾ മലയാളി കമ്മ്യൂണിറ്റി ഇപ്പോഴും മനസ്സിലാക്കിയില്ല. ഇപ്പോഴും നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ ഇപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇന്റീരിയറിൽ, റൂമിൽ, ഫർണിച്ചറിൽ, എല്ലാ ഡിജിറ്റൽ അസറ്റിലാണ് ഇനി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. 1 കോടി നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ 50 ലക്ഷം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോഴും നമ്മൾ ഇന്റീരിയർ ചെയ്തുകൊണ്ടിരിക്കുക ഓരോ കടയിൽ. നിങ്ങൾ അതിൻ്റെ ഓർഡർ എടുക്കാനുള്ള പ്രോസസ്സ്, അതിൻ്റെ വെബ്സൈറ്റ്, അതുപോലെ അതിൻ്റെ സോഷ്യൽ മീഡിയ, അതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇനി ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് എൻ്റെ റിയാലിറ്റി. അതായത് സിംപ്ലിഫൈ ചെയ്യുകയും ലോ ഡിസ്ട്രാക്ഷൻസ് വരികയും ഫ്ലെക്സിബിലിറ്റി കിട്ടുകയും ക്വിക്ക് ആൻഡ് ഈസി ആയി കിട്ടുന്ന ഡിജിറ്റൽ വേൾഡ് ഉണ്ടാകുമ്പോൾ ഒരിക്കലും കസ്റ്റമർ നിങ്ങളുടെ ഫിസിക്കൽ വേൾഡ് ആക്സസ് ചെയ്യില്ല. എന്തൊക്കെയാണ്? 4 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. 1 സിംപ്ലിഫൈ ആണ്, അല്ലേ? നിങ്ങൾക്ക് നേരിട്ട് പോയി അവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കില്ല, ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് സാധനം കിട്ടുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവിടെ ഫിസിക്കലി അഡോപ്റ്റ് ചെയ്യില്ല. അടുത്തൊരു കാര്യം, ലോ ഡിസ്ട്രാക്ഷൻസ് ഇല്ല, വേറെ ഡിസ്ട്രാക്ഷൻസ് ഇല്ല. അവിടെ പോയി ആൾക്കാരെ തല്ലണം, ആൾക്കാരോട് സംസാരിക്കണം, ഒന്നുമില്ല. നിങ്ങളുടെ കംഫർട്ടിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അടുത്തൊരു കാര്യമാണ് ഫ്ലെക്സിബിലിറ്റി. 24 hours 366 ദിവസവും നമുക്ക് ആക്സസബിൾ ആണ്. അടുത്തൊരു കാര്യമാണ് ക്വിക്ക് ആൻഡ് ഈസി, പെട്ടെന്ന്. അതായത് വരാൻ പോകുന്ന റെവല്യൂഷൻ, ആമസോൺ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയോ? ലോകത്തിൽ നിന്ന് ആര് എന്ത് കാര്യം ഓർഡർ ചെയ്താലും 10 മിനിറ്റ് കൊണ്ട് ഡെലിവറി ചെയ്യാം. ആ ഡെലിവറി സിസ്റ്റം ഞാൻ കാണിക്കുന്നുണ്ട്, ഞാൻ കാണിക്കാം ലാസ്റ്റ്. അതായത് ഇനി ചൈനയ്ക്ക് ഒന്ന് പോയി നോക്കാം. ഇവരെന്താ കളി കളിക്കാൻ പോകുന്നത് അറിയോ? ചൈനക്കാർ കളിക്കുന്ന കളി. ഇത് പ്ലേ ചെയ്യാൻ പറ്റുമോ MP? ചൈനക്കാർ ഇതാ പുതിയ സിസ്റ്റം കൊണ്ടുവന്നത് എന്താണെന്നറിയോ? അവരുടെ ഫാക്ടറികൾ ഫുള്ളി ഓട്ടോമേറ്റഡ്, അതായത് ഫുള്ളി റോബോട്ട്സുകളെ വെച്ച് നടക്കുന്ന ഹോട്ടലുകൾ, അതുപോലെ തന്നെ കമ്പനികൾ ഫുള്ള്. ഇത് ഒറിജിനലാണ്. ഇത് 3D അല്ല, ഇത് ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് ഒന്നല്ല, AI വീഡിയോസ് ഒന്നല്ല. ഒറിജിനൽ അവരുടെ ഫാക്ടറികളിൽ റോബോട്ട്സുകൾ, ഫുള്ളി റോബോട്ട്സുകൾ. ഇതേപോലത്തെ ഹോസ്പിറ്റലുണ്ട്. ഇങ്ങനത്തെ ഹോസ്പിറ്റലും റോബോട്ട്സിൻ്റെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നേരിട്ട് പോയി കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നേരിട്ട് കണ്ട പരിചയമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്കാണ് പറയുന്നത്. ഓരോ സ്ഥലങ്ങളിലും കൃത്യമായി അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് റോബോട്ട്സുകൾ കൂടി മാത്രമായി ഫാക്ടറി. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇതിൻ്റെ കോസ്റ്റ് എന്തായിരിക്കും? 1 ടൈം കോസ്റ്റ് ഉണ്ടാവും, പക്ഷെ കോസ്റ്റ് എഫക്റ്റീവായി. ലോകത്ത് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയിൽ ചൈനക്കാരെ തോൽപ്പിക്കാൻ ഇന്നുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ മാനുഫാക്ചർ ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റുക? എങ്ങനെ കഴിയും? ഇവർ ഇനി കോസ്റ്റ് കുറക്കും. കാരണം എന്താ? ഹ്യൂമൻസ് അല്ല, 24 hours വർക്ക് ചെയ്യും, ഒറ്റ പ്രാവശ്യം ചാർജ് ചെയ്താൽ മതി. പിന്നെയും കോസ്റ്റ് കുറയില്ലേ? ഹ്യൂമൻ ചാർജ് ആണല്ലോ ഏറ്റവും കൂടുതൽ, ഹ്യൂമൻ പവറിനാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് കോസ്റ്റ് വരും. ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കുമ്പോൾ 3 കോസ്റ്റുകൾ വരും. ഒന്നാമത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് കോസ്റ്റ് ആണ്, 2 ഓപ്പറേഷൻ കോസ്റ്റ് ആണ്, 3 ഹ്യൂമൻ കോസ്റ്റ് ആണ്. ആ ഹ്യൂമൻ കോസ്റ്റ് കട്ടായി കഴിഞ്ഞാൽ 3-1 കട്ടായി, 2 കോസ്റ്റിലേക്ക് വന്നു. 100% നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. വരാൻ പോകുന്ന റെവല്യൂഷൻ ഇതാ, നോക്കുക. എന്താണോ ആവശ്യമുള്ളത് അത് കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് റോബോട്ട്സുകൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഫാക്ടറികളോടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ട് എന്തിനെ കുറിച്ച്? വിദ്യാഭ്യാസ നയം മാറ്റണോ മാറ്റണ്ടേ, അല്ലേ? ഇപ്പോഴും നമ്മളെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസ് ഒക്കെ എന്താ?
കാലഹരണപ്പെട്ടുപോയ സിലബസുകളും പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക, ലോകം മാറിയിട്ടുണ്ട്. നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒഴുക്കിൽപ്പെട്ട് അടിമകളായി നിൽക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് നോക്കി നിങ്ങൾ, ഇത് ഒറിജിനൽ വീഡിയോ ആണ്, ഒറിജിനൽ കമ്പനിയുടെ വീഡിയോ ആണ്. അതായത് വരാൻ പോകുന്ന ചൈനയുടെ കളി C2C ആണ്. എന്താണ് C2C? C2C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന ടു കൺസ്യൂമർ. ലോകത്ത് ഏതൊരാള് സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും അയാളിലേക്ക് നേരിട്ട് സാധനം എത്തിക്കുക. എങ്ങനെ അവർ എത്തിക്കാനുള്ള പ്ലാൻ എന്താണെന്നറിയോ? ലോകത്തിന്റെ സകല പോർട്ടുകളിലും അവരുടെ ഷിപ്പ് നങ്കൂരമിടും. ആ ഷിപ്പിലേക്ക് സാധനങ്ങൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ കോഴിക്കോട് നിന്ന് ഒരു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഡ്രോൺ മുഖാന്തരം ആ സാധനം പിക്ക് ചെയ്ത് നിങ്ങളെ കയ്യിലേക്ക് എത്തും. ഇത് സ്റ്റാർട്ട് ചെയ്ത് എവിടെയെന്നറിയോ? ദുബായിൽ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ആരെങ്കിലും വീഡിയോ കണ്ടിരുന്നാ? എങ്ങനെ കാണുക? റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുക, ഇതൊന്നും കാണൂല. നമ്മൾ ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. ദുബായിൽ പരീക്ഷണാർത്ഥം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ലോകം മുഴുവൻ അവർ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? അവരുടെ റവല്യൂഷൻ C2C. ഇതിന് ലക്ഷക്കണക്കിന് ഡ്രോണുകൾ വേണം, ഇതിന് ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകൾ, കപ്പലുകൾ വേണം. ഇതെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇത് അവരുടെ വിഷനാണ്. ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഇനി ഒന്നിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകും, ലോകം മുഴുവൻ ഡെലിവറി ചെയ്യാൻ പോകും. ഇതിന് അടി കൊടുക്കാനാണ് ട്രംപ് ഇപ്പോൾ അടുത്ത കാലത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവർക്കറിയാം എന്തൊക്കെയാണ് വരാൻ പോകുന്ന അടി എന്നുള്ളത്. ആ അടിക്ക് ബദലായിട്ടാണ് അവിടെ അടി നടന്നുകൊണ്ടിരിക്കുന്നത്, അത് മനസ്സിലാക്കാം. അപ്പൊ എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല. ചൈന ടു കൺസ്യൂമർ, ഇതുകൂടി ബന്ധങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിലെ ഒരു പ്രൊഡക്ട്സ് ആർക്ക് വേണ്ടി വരും? കോസ്റ്റ് എഫക്റ്റീവായി ഓട്ടോമേഷനിലൂടെ, കോസ്റ്റ് ലീഡർഷിപ്പിലൂടെ, റെഡി ടു ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ വീട് മുന്നിനെ മുകളിലെത്തും. നിങ്ങൾ പോലും വാങ്ങൂലെന്ന്. എന്തിന്? നിങ്ങൾ നേരെ അത് ക്ലിക്ക് ചെയ്യും, നിങ്ങളെ കയ്യിലേക്ക് സാധനം എത്തും 10 മിനിറ്റ് കൊണ്ട്. അതിനുള്ള സംവിധാനം ലോകം വേൾഡ് വൈഡ് ആയിട്ട്. ഞാൻ ചൈനയിൽ 22ാമത്തെ വയസ്സിൽ പോകുന്ന സമയത്ത്, 10-18 വർഷം മുമ്പ് പോകുന്ന സമയത്ത്, അന്ന് പോലും അവരൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ ബാക്കിൽ ഒരു വേൾഡ് മാപ്പ് ഒട്ടിച്ചു വെക്കും. അത് സീ റൂട്ടായിരുന്നു. സീ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തെ എവിടെയൊക്കെ കപ്പൽ പോകും അങ്ങോട്ടെല്ലാം അവരുടെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി അതിൻ്റെ മുന്നിലാണ് അവർ ചേറിട്ടിരുന്നത്. ഇപ്പം അവർ വേൾഡ് മാപ്പ് വേറെയാണ് വെച്ചിരിക്കുന്നത്. ക്ലൗഡ് മാപ്പാണ്. ലോകത്ത് എവിടെയും സാധനം കൊടുക്കാൻ പറ്റുന്ന ഡ്രോൺ സിസ്റ്റം. നിങ്ങൾക്കറിയാം MSC എന്ന് പറയുന്ന ഒരു കപ്പൽ ഇപ്പം അടുത്തു. എത്രയാണ് എൻ്റെ കപ്പാസിറ്റി? 24,343 കണ്ടെയ്നറുകൾ ആയിട്ടാണ് ആ കപ്പൽ വരുന്നത്. ഇതൊക്കെ വരാൻ പോകുന്നത് എന്താണ്? നമ്മളെ നാട്ടിൽ ഇനി നമുക്ക് മാനുഫാക്ചേഴ്സിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. അത്രത്തോളം പ്രൊഡക്ട്സുകൾ നമ്മുടെ നാടുകളിൽ ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ്. അതുപോലെ അപ്പം അതുകൊണ്ട് ഇപ്പോഴുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും ബിസിനസ്സിനെ മോഡൽ ഷിഫ്റ്റ് ചെയ്യണം. ആ മോഡൽ ഷിഫ്റ്റിൻ്റെ ക്യാൻവാസാണ് ഞാൻ കാണിച്ചത്. വലിയൊരു സബ്ജക്റ്റാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ 8 മണിക്കൂർ വേണം. ഞങ്ങൾ ഇതിന് ക്യാമ്പൊക്കെ ചെയ്യുന്നുണ്ട്. റീഡിഫൈൻ ക്യാമ്പ് എന്ന് പറയും. എല്ലാ മാസവും ഈ മാസം അവസാനത്തിൽ ശനിയും ഞായറും ദിവസങ്ങളിൽ വയനാട് വെച്ചൊരു ക്യാമ്പ് നടക്കുന്നുണ്ട്, റീഡിഫൈൻ ക്യാമ്പ്. ഈ ക്യാമ്പിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രോസസ് ഇതാണ്. കറൻ്റ്ലി നിങ്ങളുടെ ബിസിനസ് എന്താണോ, ഇപ്പം നടക്കുന്ന ലോകം എന്താണോ, അതിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ബിസിനസ് മോഡൽ ക്യാൻവാസ് ആണ്. ഇതിലൂടെ ഇട്ടിട്ടാണ് ഈ പ്രോഗ്രസ് നടന്നത്. 8 മണിക്കൂറോടുള്ള ക്ലാസ് ആണിത്. കൃത്യമായി പഠിച്ച് മനസ്സിലാക്കണം. സാന്ദർഭികമായി അറിയിച്ചു എന്ന് മാത്രം. ഓക്കെ, അതായത് ഇനി വരാൻ പോകുന്ന 4 മേജർ ഷിഫ്റ്റ് കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സ്പീച്ച് അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നാമത്തെ കാര്യം, വരാൻ പോകുന്ന 4 ബിസിനസ് മോഡലാണ് പറയാൻ പോകുന്നത്. ഒന്ന്, സപ്ലൈ ഓൺ ഡിമാൻഡ്. ഇനി വരാൻ പോകുന്നത് ഒരുപാട് പ്രൊഡക്റ്റ് ആരും സ്റ്റോക്ക് ചെയ്യില്ല, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്രയിൽ ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. സപ്ലൈ ഓൺ ഡിമാൻഡ്. ആർക്ക് എന്താണ് ആവശ്യമുള്ളത് ആ സമയത്ത് ഡെലിവറി ചെയ്യുന്ന സംവിധാനം നമുക്കറിയാം. സ്വിഗ്ഗിയിൽ നമ്മൾ ഓർഡർ ചെയ്താലും, ബുക്ക് മൈ ഷോയിലാവട്ടെ, ഓലയാവട്ടെ, നമുക്ക് ആ ഓലക്ക് ഒറ്റ ടാക്സി ഇല്ല. അവർക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് ആ ടാക്സി അറേഞ്ച് ചെയ്യുകയാണ്. നമ്മൾ ആമസോണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആവശ്യമായ പ്രൊഡക്റ്റ് സപ്ലയറിൽ നിന്ന് എടുക്കുവാണ്. അതായത് സപ്ലൈ ഓൺ ഡിമാൻഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവരുടെ കോസ്റ്റ് എന്തായിരിക്കും? ഇൻവെന്ററി കോസ്റ്റ് ഇല്ല, ഇൻഫ്ര ഇല്ല, മാൻ പവർ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. ഈ സാധനം കൊടുക്കാൻ പറ്റും. ഇവരെ എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ആൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അടുത്തൊരു കാര്യം, ഒരു പ്ലാറ്റ്ഫോം ഒരുക്കും. ആ പ്ലാറ്റ്ഫോമിൽ മാനുഫാക്ചർ ഉണ്ടാവും, കസ്റ്റമറും ഉണ്ടാവും, കൺസ്യൂമറും ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ വേറെ ആരെയും കയറ്റൂല. ഏതുപോലെ നോക്കുക. ഇവരൊക്കെ ചെയ്യുന്നെന്താ? ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, അതിലേക്ക് ആരെ കൊണ്ടുവന്നു? ഹോട്ടലേരെ കൊണ്ടുവന്നു. ഹോട്ടലിൽ റൂം എടുക്കാനുള്ള നിങ്ങളെയും കൊണ്ടുവന്നു. 2 പേരെയും കൂട്ടി ഒരു പ്ലാറ്റ്ഫോമിന്റെ നടുവിൽ നിന്നിട്ട് ഓർക്ക് ഒരൊറ്റ ഹോട്ടലില്ല. Airbnb ഒറ്റ ഹോട്ടലില്ല. യൂട്യൂബിൽ സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ ഇല്ല. നമ്മുടെ കണ്ടന്റ് അവിടെ ഇടുന്നു, വ്യൂവേഴ്സ് നിങ്ങളുണ്ട്. 2 പേരുടെ അടിയിൽ നിൽക്കുന്നു, ആഡ് ചെയ്യുന്നു, പരസ്യം ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു. ഒറ്റ പ്ലാറ്റ്ഫോം. ഊബറിന് ഒറ്റ ടാക്സി ഇല്ല. Alibaba.com ഒറ്റ പ്രൊഡക്ട്സ് ഇല്ല.
അവരൊക്കെ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ഈ കോലത്തിൽ രണ്ടു കൂട്ടക്കാരെ അടുപ്പിച്ചിട്ട് ഒന്നിലേക്ക് ഗൂഗിൾ പേ ഒരു ബാങ്കാണോ? ഒന്നുമല്ല, ഒറ്റ സോഫ്റ്റ്വെയർ. അതിൻ്റെ ഉള്ളിൽ എല്ലാ ബാങ്കും കൊണ്ടുവന്നു, കസ്റ്റമറും കൊണ്ടുവന്നു. കഴിഞ്ഞില്ലേ? ബാങ്കര് കൊണ്ടുവരണം അതിൻ്റെ ഉള്ളിൽ, ബാങ്കിനും കൊണ്ടുവന്ന് കസ്റ്റമർ അതിന് നടുവിൽ നിന്നിട്ട് ഓരോ ട്രാൻസാക്ഷനിൽ പൈസ വാങ്ങാണ്. എങ്ങനെ ഉണ്ടാവും? ഈ പ്ലാറ്റ്ഫോമിന് എങ്ങനെ വെല്ലാൻ പറ്റും? നിങ്ങളൊന്ന് പറയും. നിങ്ങൾ പറയും, കേൾക്കുന്ന ആൾക്കാർ പറയും, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അടുക്കാൻ കഴിയില്ല. അടുത്തൊരു ബിസിനസ് മോഡൽ കണ്ടോളൂ. ഇത് ലോക്ക് ചെയ്യാൻ പോവാണ് നമ്മൾ. പ്ലാറ്റ്ഫോം ക്രിയേറ്റ്, അതായത് ഒരു പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ നമ്മളൊരു ന്യൂ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുകയോ വേണം. ഒന്നെങ്കിൽ നിങ്ങൾ ആമസോണിൽ നിങ്ങൾ സാധനം വെക്കേണ്ടി വരും, എയർബിഎൻബിയിൽ നിങ്ങൾ റൂം വെക്കേണ്ടി വരും, സ്വിഗ്ഗിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും, 35% അവർക്ക് പ്രോഫിറ്റ് കൊടുക്കാൻ വേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ സ്വയമായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. അതിന് പുതിയ കസ്റ്റമർ സെഗ്മെന്റേഷൻ കണ്ടെത്തണം, അതിന് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റണം, ഡിഫറൻറ്റിയേഷൻസ് കൊണ്ടുവരാൻ പറ്റണം. എവിടെ നടക്കുമോ? ഇവരെ വെല്ലാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ മില്യൺസ് അതിന് വേണ്ടി വരും. അപ്പം നമ്മളൊക്കെ ഇപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. അത് വേറെ വിഷയം. അടുത്ത മൂന്നാമത്തെ കളി എന്ന് പറയുന്നത് ഫിസിക്കൽ ടു ഡിജിറ്റൽ ആണ്. ഫിസിക്കലായി എന്തെല്ലാം സാധനം നമ്മൾ വിൽക്കുന്നുണ്ടോ ആ സാധനങ്ങൾ മുഴുവനും ഇനി ഡിജിറ്റലും അവൈലബിൾ ആവും. പിന്നെ ഫിസിക്കൽ ആൾക്കാർ വന്നിട്ട് വന്നിട്ട് വാങ്ങേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിലേറെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. എങ്ങനെ ഉണ്ടാവും? ആ ഏരിയയും പണി കിട്ടി. ആർക്കൊക്കെ പണി കിട്ടി? കട അടുത്ത് നമ്മൾ ചിരിച്ചിരിക്കുന്ന കാക്കല്ലേ കുഞ്ഞാക്ക, സാധനത്തിന്റെ അപ്പുറത്ത് നിന്നിട്ട് ഇപ്പുറത്ത് നിന്നിട്ട് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ആളില്ലേ? ആ കളിയൊക്കെ കഴിഞ്ഞ് ഇവനിതാ നേരെ പോയിട്ട്, നമ്മളിത് അറിയാത്തതിന്റെ കാരണം എന്താ പറയുക? നമ്മളൊരു കാഴ്ചപ്പാട് ഇപ്പോഴും കച്ചവടം നടക്കുന്നില്ല. 10-9 ബിസിനസ്സുകാർ പൊട്ടിക്കിടക്കുക, നഷ്ടത്തിലാണ്. ഒന്ന് ശരിക്കും ഒന്ന് ചോദിച്ചാൽ ഞാൻ കരയും. അവര് ചോദിച്ചാൽ മതി. അതായത് എങ്ങനെ ഇത് വന്നതെന്ന് കാണിച്ചു തരാം. ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? കടയിലേക്ക് നേരിട്ട് പോവുക, സാധനം വാങ്ങുക. ഇതായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് അല്ലേ? രണ്ടാമത് നമ്മൾ എന്താ ചെയ്തത്? ഫോൺ വിളിച്ച് പറയും, സാധനങ്ങൾ എത്തിക്കും, ഓർഡർ ചെയ്തിരുന്നു. മൂന്നാമത് നമ്മൾ ചെയ്തു ക്രോസ് ചാനൽ. അതായത് ഒരു ഹോട്ടലിൽ ഭക്ഷണം വേണമെങ്കിൽ ഒരു ആപ്പിൽ പോയിട്ട് ബുക്ക് ചെയ്യുന്നു, ആ ഭക്ഷണം റിസീവ് ചെയ്യുന്നു. ക്രോസ് ചാനൽ എന്ന് പറയും. അത് മാറി ഒമ്നി ചാനൽ വന്നു. ലോകത്ത് ഏതൊരു സാധനം ഫിസിക്കലി കിട്ടുന്നത് പോലെ ഡിജിറ്റൽ അവൈലബിൾ ആയി. അതുകൊണ്ട് ഈ ഒമ്നി ചാനലിനെ ഒന്നെങ്കിൽ ഇതിലേക്ക് നമ്മൾ അഡോപ്റ്റ് ആവണം, അല്ലെങ്കിൽ ന്യൂ ചാനൽ നമ്മൾ ക്രിയേറ്റ്. രണ്ടും ചെയ്തില്ലെങ്കിൽ നമ്മുടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഒലിച്ചു പോകും എന്നുള്ള റിയാലിറ്റി. അതായത് ഒരു ലാൻഡറി നടത്തുന്ന ഒരു ആളാണെങ്കിൽ പോലും അയാൾ ഡെലിവറി ഉണ്ടാവണം, ഓൺലൈൻ ബുക്കിങ്ങും കൊണ്ടുവരണം. കടല വെക്കുന്ന ആളാണെങ്കിൽ പോലും അത് ചെയ്തില്ലെങ്കിൽ അയാൾക്ക് ഇനി ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഡിജിറ്റൽ മേഖലയിൽ നമ്മൾ ഇൻവെസ്റ്റ്. ഇപ്പോഴും ഡിജിറ്റൽ ലിറ്ററസി നമ്മൾ നേടിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ ബാക്കിലാണ് ആ വിഷയത്തിൽ. നമ്മൾ മുഖം തിരിഞ്ഞിരിക്കുകയാണ്. ആ മുഖം തിരിഞ്ഞ് നമ്മൾ എന്തുകൊണ്ടാണ് മുഖം തിരിഞ്ഞിരിക്കുന്നത്? നമ്മളിങ്ങനെ റീൽസും കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇതിനെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. സിമ്പിളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മാർക്കറ്റിനെ മുഴുവനായിട്ടൊരു സ്റ്റാൻഡേർഡ് AC മാർക്കറ്റിലേക്ക്, അതായത് ഷോപ്പിംഗ് മാളുകളിലേക്ക്, അതുപോലെ ഇങ്ങനത്തെ മാളുകളിലേക്ക് കൊണ്ടുവന്നു കോർപ്പറേറ്റ്സുകൾ. ഒരു കാരണവശാലും അവർ ഈ ജനറേഷൻ ഇങ്ങോട്ട് ഇറങ്ങില്ല. ഇങ്ങനെ ആഡ് കൊടുത്തിരുന്ന നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന പേരിൽ ഡിജിറ്റൽ ആഡുകൾ വരാൻ തുടങ്ങി. ഈ രീതിയിൽ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തില്ലെങ്കിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും പിടിച്ചെടുക്കാൻ പറ്റില്ല. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നാലാമത്തെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് എക്സ്പീരിയൻഷ്യൽ എക്കണോമിയാണ്. അതായത് ഒരു റെസ്റ്റോറൻറ്റിൽ പണ്ട് പോയപ്പോൾ നമുക്ക് ഫുഡ് കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ? പൊറാട്ട ഇതൊക്കെ അടിച്ച് നമ്മൾ പോകുന്നിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് സർവീസ് നല്ല റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറുള്ളൂ. മൂന്നാമത് ഇപ്പോൾ എങ്ങനെയാ? ഇന്റീരിയർ നോക്കും, ആംബിയൻസ് നോക്കും. പുതിയ ജനറേഷൻ ആണെങ്കിൽ വൈബ് നോക്കും. യെസ് ഓർ നോ? അല്ലേ? വൈബുള്ള കോഫി ഷോപ്പേ നിങ്ങൾക്ക് പറ്റുള്ളൂ. മറ്റൊരുത്ത് ചായ കുടിച്ചാൽ മതി. ഇപ്പോൾ വൈബ് വേണം നമുക്ക്. ആ വൈബിന്റെ പേരാണ് എക്സ്പീരിയൻസ്. ഇനി നിങ്ങളൊരു സാധനം തുടങ്ങുന്നിടത്ത് എക്സ്പീരിയൻഷ്യൽ അല്ലെങ്കിൽ അതിന് സെല് ചെയ്യാൻ പറ്റില്ല. അതായത് ഇവിടെ ചെറിയ കട, നാടൻ കടയാണെങ്കിൽ എക്സ്പീരിയൻഷ്യൽ വേണം, അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണെങ്കിൽ എക്സ്പീരിയൻഷ്യൽ വേണം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഡൈനിങ് ടേബിൾസ്, ഹാങ്ങിങ് ഡൈനിങ് ടേബിൾസുകൾ, ആമസോൺ ഗോ, ജസ്റ്റ് എൻ്റർ ചെയ്യുക, സാധനം എടുക്കുക, പോരുക. ബില്ല് ചെയ്യാൻ കൗണ്ടറിൽ ആളില്ല, സെയിൽസ്മാൻ ഇല്ല. അതൊരു എക്സ്പീരിയൻഷ്യൽ റീറ്റെയിൽ ഷോറൂമുകളാണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസുകൾ നമ്മളിവിടെ വന്നു, കുറേ പാർക്കുകൾ വന്നു. ഇതൊക്കെ ശ്രദ്ധിച്ച് നോക്കി, ഇതാണ് ട്രെൻഡ്. അപ്പം 4 കാര്യങ്ങൾ ബിസിനസ്സിൽ ഞാൻ പറഞ്ഞു. എന്തൊക്കെയാ? ഒന്ന് പറഞ്ഞേ, എല്ലാവരും ശ്രദ്ധിക്കുക. 4 കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ നോട്ട് ചെയ്യുക. ഒന്ന്, സപ്ലൈ ഓൺ ഡിമാൻഡ്. നിങ്ങളുടെ ബിസിനസ്സിൽ സപ്ലൈ ഓൺ ഡിമാൻഡ് എന്ന ബിസിനസ് മോഡലിലേക്ക് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു, പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ ഒന്നെങ്കിൽ ആ പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം. 3, ഫിസിക്കലായി നിങ്ങൾ എന്ത് ചെയ്യുന്നതിനെയും ഡിജിറ്റലായി ചെയ്യാൻ കഴിയണം. 4,
നാലാമത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ് എക്സ്പീരിയൻഷ്യൽ എക്കണോമി. അതായത് കസ്റ്റമർക്ക് ന്യൂ എക്സ്പീരിയൻസ്, സർവീസും പ്രൊഡക്റ്റും മാത്രം കൊടുത്താൽ പോരാ. ഇങ്ങനെ വലിയൊരു മാറ്റങ്ങളിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ കൊണ്ടുപോകുന്നില്ലെങ്കിൽ, അതായത് പണ്ട് കടകളിലൊക്കെ ഒരു ടെക്സ്റ്റൈൽസിൽ പോയാൽ അതിൻ്റെ ഓണർ കൗണ്ടറിൻ്റെ ബാക്കിൽ നിൽക്കുന്നു, പറയുന്ന സാധനങ്ങൾ എടുത്തു കൊടുക്കുമായിരുന്നു അല്ലേ. ഇനി അങ്ങനെ പറ്റുമോ? പറ്റില്ല. കസ്റ്റമർക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അതിനുള്ള ഷോറൂമുകൾ സെറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തവനല്ലാതെ ഒരിക്കലും ഇനി ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്കറിയാം, നമ്മളൊക്കെ നടന്നു പോയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ ഉമ്മറാക്കാൻ്റെ കടയിൽ പോയ സമയത്ത് ഉമ്മറാക്ക ഉള്ളിൽ നിൽക്കും, സാധനത്തിൻ്റെ ലിസ്റ്റ് കൊടുക്കും, ഉമ്മറാക്ക എടുത്തു വരും അല്ലേ. അവിടെ ഒരു പടി വെച്ചിരുന്നു, ഉള്ളിലേക്ക് കയറാൻ പറ്റാതെ. ഇപ്പോൾ പടി വെച്ച് അങ്ങനെ ഉണ്ടാവും. ഓരോ കസ്റ്റമർ ഉള്ളിൽ കയറി ആവശ്യമുള്ളത് വലിച്ചെടുക്കുന്ന എക്സ്പീരിയൻഷ്യൽ സ്ട്രാറ്റജിയിലേക്ക് നമ്മുടെ എക്കണോമി മാറി. അതായത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഈ പറയപ്പെട്ട എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും 5 സ്ട്രാറ്റജീസ് പോലും ഉപയോഗിക്കുന്നുണ്ട്. ഓരോ കസ്റ്റമർക്കും റേറ്റിംഗ് എടുക്കുന്നുണ്ട്, റിവ്യൂ എടുക്കുന്നുണ്ട്, അവരെ റിട്ടൻഷൻ ചെയ്യാനുള്ള ലോയൽറ്റി പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അവരിൽ നിന്ന് റെഫറൽ വാങ്ങുന്നുണ്ട്, അവരെ റീആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി റീടാർഗറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയറുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ ഒരു പ്രാവശ്യം ആ സൈറ്റിൽ എൻ്റർ ചെയ്താൽ പിന്നെ നിങ്ങളെ വിട്ടൂല. അതാണ് അതിൻ്റെ സ്ട്രാറ്റജി. ഓക്കെ, ഞാൻ ഫൈനലി കൺക്ലൂഡ് ചെയ്യാണ്. ഇറ്റ് ഈസ് ലുക്ക് ലൈക്ക്, അതായത് AI എന്ന് പറയുന്ന സാധനമാണ് ഇനി ബിസിനസ്സിനെ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ ആൾക്കാരും വരാൻ പോകുന്ന ഈ ബിസിനസ് മോഡൽ റെവല്യൂഷനിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ AI വിത്ത് യുവർ ബിസിനസ്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞു, ഇനി AI ഇൻറ്റിഗ്രേറ്റഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതുകൊണ്ട് അതിലേക്ക് നിങ്ങളെ ബിസിനസ്സിനെ കൊണ്ടുവരാൻ, അതായത് ആംപ്ലിഫൈ ഹ്യൂമൻ പൊട്ടൻഷ്യൽ വിത്ത് ടെക്നോളജി. അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാകുകയോ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുകയോ അതിൽ AI ഇൻറ്റിഗ്രേറ്റ് ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ബിസിനസ്സിൽ നിലനിൽക്കാൻ കഴിയില്ല, വളരാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടോ ഈ മേഖലയിൽ കൃത്യമായി പഠിച്ച് അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാലത്തിൻ്റെ മുന്നേ നടക്കാൻ പറ്റും. അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പഠനം നിങ്ങളുടെ ആയുധമെങ്കിൽ ജീവിത വിജയം നിങ്ങളുടെ അടിമയാക്കി മാറ്റാൻ പറ്റും. പഠനം നിങ്ങളുടെ ആയുധമാക്കിയില്ലെങ്കിൽ, ഇനി കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ, മാറ്റങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ 100% ഈ ഒഴുക്കിൽ നമ്മൾ ഒലിച്ചു പോകുമെന്നുള്ളതാണ്. നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ വലിയ പവറും എനർജിയുള്ള നമ്മൾ മറ്റുള്ളവരുടെ അടിമകളായി ജീവിക്കേണ്ട അവസ്ഥയിൽ നിന്ന് മാറി ലോകം കീഴടക്കാനുള്ള കപ്പാസിറ്റിയും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ദൈവം തന്നിട്ടുണ്ട്, അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഫൈനലി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് 2 മിനിറ്റ് എടുക്കുവാണ്. ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണ്. ഇറ്റ് ഇസ് മീ ഗിന്നസ് സുരക്ഷി, ദ സൊല്യൂഷൻ മാസ്റ്റർ. ഞാൻ ബിസിനസ് ട്രെയിനിങ് കൺസൾട്ടിങ് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സമയം ക്ലാസ് എടുത്തതിന് വേൾഡ് റെക്കോർഡ് എൻ്റെ പേരിലാണ്. അതായത് 73.15 ആണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് 4 ഡേയും 3 നൈറ്റും വിത്തൗട്ട് സ്ലീപ്പ്, വിത്തൗട്ട് ഫുഡ് പാലക്കാട് ലീഡ് കോളേജിൽ 2021 അറ്റംപ്റ്റ് നടത്തിയത്. അപ്പോൾ ഇന്ത്യൻ റെക്കോർഡ്, ഏഷ്യൻ റെക്കോർഡ്, കലാം വേൾഡ് റെക്കോർഡ്, അറേബ്യൻ വേൾഡ് റെക്കോർഡ്, അതുപോലെ ടൈം വേൾഡ് റെക്കോർഡ്, URF വേൾഡ് റെക്കോർഡ്, ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ്, ലോകത്തിലെ എല്ലാ 6 വേൾഡ് റെക്കോർഡ്സുകളും എൻ്റെ പേരിലാണ്. ട്രെയിനിങ് എടുത്തതിന്, ക്ലാസ് എടുത്തതിന്. ഞാൻ ഇത് പറയാനുള്ള കാരണം ആസ് എ മലയാളി എന്നുള്ള, നിങ്ങളൊക്കെ പോലെ സാധാരണ സ്കൂളിലും കോളേജിലും ബോർഡിങ്ങിലൊക്കെ പഠിച്ചു വളർന്ന ഞാൻ സമാജങ്ങളിലാണ് ആദ്യം പ്രസംഗം തുടങ്ങുന്നത്. അറബി കോളേജിൽ പഠിച്ച കാലത്ത് 1 വർഷം അറബി കോളേജിൽ കൊട്ടുമല ഇസ്ലാമിക് കോളേജിൽ പഠിച്ചപ്പോഴാണ് ആദ്യമായി പ്രസംഗ മേഖലയിലേക്കൊക്കെ കയറുന്നത്. അവിടെ നിന്ന് അങ്ങനെ കയറി വന്ന് പിന്നെ ബിസിനസ് തലയിൽ പിടിച്ചു. വ്യത്യസ്ത രാജ്യങ്ങളിൽ പോയി ഒരുപാട് ബിസിനസ്സുകൾ ചെയ്ത്, അത് കഴിഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്ത് ഒരുപാട് ആളുകൾക്ക് 32ഓളം രാജ്യങ്ങളിൽ പോയി 2 ലക്ഷം ആളുകൾക്ക് ക്ലാസ് കൊടുത്ത് ഇങ്ങനെ പോയ എൻ്റെ യാത്രയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ എവിടെ ജനിച്ചു, നമ്മൾ ആരുടെ മകനോ മകളോ ആണ്, എവിടെയാണ് നമ്മൾ പഠിച്ചത്, അതൊന്നും സബ്ജക്റ്റ് അല്ല. നമ്മുടെ ഉള്ളിൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്ന ആഗ്രഹവും കൃത്യമായി അതിന് വേണ്ട ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ 100% ലോകത്തിൻ്റെ നെറുകയിൽ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്നതാണ്. അതായത് ഹിസ്റ്ററി വായിക്കാനുള്ളതല്ല, ഹിസ്റ്ററി രചിക്കാനുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് കഴിയും. ഞാനിത് ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഗിന്നസിൻ്റെ വേൾഡ് റെക്കോർഡൊക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ട് പല രാജ്യങ്ങളിലും സ്വീകരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലും സ്വീകരണം ഉണ്ടായിരുന്നു. ആ സ്വീകരണത്തിൽ ഞാൻ സ്വീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ആളുകൾ വന്നിട്ട് ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു. ഒരാളതിൻ്റെ അടിയിൽ എൻ്റെ സുഹൃത്താണ്, കളിക്കൂട്ടുകാരനാണ്. അയാൾ വന്നിട്ട് ചോദിച്ചു എന്നോട്, എന്താ അന്ന് അടിച്ചത്? എന്താ ചോദിച്ചത്? എന്താണെന്ന്? നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങനെയാണ്. എന്തെങ്കിലും ഒന്ന് നേടിക്കഴിഞ്ഞാൽ, ഒരാൾ നല്ലൊരു ബിസിനസ്സുകാരനായാൽ അയാൾ ആരെങ്കിലും പറ്റിച്ചതായിരിക്കും. അല്ലെങ്കിലോ ഏതെങ്കിലും കാര്യത്തിൽ ഒരാൾ വലിയൊരു റെവല്യൂഷൻ ഉണ്ടാക്കിയാൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തട്ടിപ്പുണ്ടാവും.
ഇനിയിപ്പോൾ ഈ പ്രോഗ്രാം വെച്ച് ഇവർക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. ഇങ്ങനെ അല്ലാതെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കില്ല. അപ്പം ഞാൻ ഈ അറ്റംപ്റ്റ് നടത്തിയ 4 ഡേയും 3 നൈറ്റും വെള്ളം മാത്രം കുടിച്ച് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ കേട്ടോ. 4 നൈറ്റ് പറഞ്ഞാൽ ഒക്ടോബർ 17-ാം തീയതി സ്റ്റേജിലേക്ക് കയറുന്ന സമയത്ത് രാവിലെ 6 മണിക്കാണ് സ്റ്റേജ് വരും. നിങ്ങൾക്ക് പ്രഭാഷണം നടത്തുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്കറിയാം ഒരു ക്ലാസ് 4 ഡേ നോൺ സ്റ്റോപ്പായി എടുത്താൽ എങ്ങനെ ഉണ്ടാവും. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ 4 ഡേ സംസാരിച്ചു. ഒക്ടോബർ 2021 ഒക്ടോബർ 17-ാം തീയതി രാവിലെ 6 മണിക്ക് സ്റ്റേജ് ലീഡ് കോളേജ് പാലക്കാട് കയറി. 17 ഡേ നൈറ്റ്, 18 ഡേ നൈറ്റ്, 19 ഡേ നൈറ്റ്, 20-ാം തീയതിയാണ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നത്. ഈ 6 മണിക്കൂർ കൂടുമ്പോൾ 5 മിനിറ്റ് യൂറിയം പാസ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കും മൂത്രമൊഴിക്കാൻ എന്താ ചെയ്യുക? ആ സ്റ്റേജിൽ തന്നെ ചെറിയൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 7 ക്യാമറകളാണ്. ഓഡിയൻസ് 4 മണിക്കൂർ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് യൂട്യൂബ് സെർച്ച് ചെയ്യാം, ഗൂഗിൾ ചെയ്ത് നോക്കാം ലോകത്ത് ആരാണ് ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തത്. അതൊരു മലയാളിയുടെ പേരിലാണ്. ഞാനത് എൻ്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, നിങ്ങൾക്കും പറ്റും. എനിക്കിത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റും. ഞാനും സാധാരണ ഒരു വാപ്പയുടെ ഉമ്മയുടെ മകനായ ഒരു വില്ലേജിൽ, കളമ്പാടി എന്ന് പറയുന്ന ഒരു വില്ലേജിൽ ജനിച്ചു വളർന്നതാണ്. എനിക്ക് ലോകത്തിൽ എൻ്റെ മേഖലയിൽ ഒരു അടയാളപ്പെടുത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. പക്ഷെ അതിനെന്ത് വേണം? നമ്മുടെ ആ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ആ ഒരു നേരത്തെ പറഞ്ഞില്ല ആ മൈൻഡ് സെറ്റ്. എന്തെങ്കിലുമൊക്കെ അടിക്കാതെ നേടാൻ പറ്റില്ല എന്ന്, അടിക്കാതെ നേടാൻ പറ്റും. ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ 3 സാധനം അടിച്ചിട്ടുണ്ട്, ആ സാധനം അടിച്ച ആർക്കും നേടാം. അത് പറഞ്ഞിട്ടെ ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് 3 സാധനം പറഞ്ഞിട്ടെ അടിച്ചത്. ഇപ്പോൾ പല സാധനം അടിക്കാൻ കിട്ടുമല്ലോ, ആ സാധനം ഒന്നല്ല, വേറെ 3 സാധനങ്ങളുണ്ട്. അത് നിങ്ങൾ അടിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സാധനം നേടാൻ പറ്റും, എന്തും നേടാൻ പറ്റും. ജീവിതത്തിൽ അത് അടിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യം നമുക്ക് നേടാൻ പറ്റും. നിങ്ങളെ കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കണം. അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കനൽ വഴി എന്ന് പറയുന്നത്. ആ പുസ്തകം MA യൂസുഫ് സാഹിബാണ് പ്രകാശനം ചെയ്തത് ഷാർജ ബുക്ക് ഫെയറിൽ വെച്ച്. ഞാൻ 3 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 3-ാമത്തെ പുസ്തകം കനൽ വഴി എന്നൊരു പുസ്തകമാണ്. അത് അടിച്ച 3 സാധനത്തിന് 1-ാമത്തെ സാധനം എന്ന് പറയുന്നത്, പറയട്ടെ, നോട്ട് ചെയ്യുക, പാഷൻ. 1-ാമത്തെ എന്താ? നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിൽ അങ്ങേയറ്റത്തെ പാഷൻ നമുക്കുണ്ടാവണം. ഏത് കാര്യം ചെയ്യുവാണെങ്കിലും അങ്ങേയറ്റത്തെ പാഷൻ എന്ന് പറഞ്ഞാൽ അത് ഇമോഷനാണ്. നമ്മൾ ചെയ്യുന്നതിൽ ആത്മാർത്ഥമായിട്ട്, അതിൽ ഒരു റെമ്യൂണറേഷൻ നോക്കാതെ, ഒരു ക്ഷീണമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ, അതിനു വേണ്ടി ഫോക്കസ് ചെയ്യാൻ കഴിയണം. അങ്ങനെ പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ പാഷൻ്റെ അടയാളം എന്താ? നമുക്ക് നെവർ എവർ ബോറിങ്. ഒരിക്കലും റെമ്യൂണറേഷൻ നോട്ട് എഫക്ട് ദ പെർഫോമൻസ്. ഒരിക്കലും നമുക്ക് ക്ഷീണം വരില്ല എന്നുള്ളതാണ്. എനിക്ക് എത്ര സംസാരിച്ചാലും ക്ഷീണം വരില്ല, എൻ്റെ സൗണ്ട് പോവില്ല. ബിക്കോസ് ഐ എം വെരി പാഷനേറ്റഡ്. 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം പറയട്ടെ. 2-ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് മേഖലയാണെങ്കിലും ആ മേഖലയിൽ ലോകത്തിനോളം വലിയൊരു സ്വപ്നം ഉണ്ടാവണം. എന്ത് സ്വപ്നം? ആ മേഖലയിൽ ഏറ്റവും വലിയ സ്വപ്നം കാണാൻ പറ്റും. നമുക്കൊക്കെ സ്വപ്നങ്ങൾ ചെറിയ ചെറിയ സ്വപ്നങ്ങളാണ്. എൻ്റെ മേഖലയിൽ ഞാൻ ആസ് എ ട്രെയിനർ എന്ന നിലയ്ക്ക്, മെൻറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് പ്രസംഗ മേഖലയിൽ എൻ്റെ ക്രൈസ്. ആ പ്രസംഗ മേഖലയിൽ ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഏതാ? ആ റെക്കോർഡ് ഏറ്റവും കൂടുതൽ സമയം പ്രസംഗിച്ചതിൻ്റെ റെക്കോർഡ് എൻ്റെ പേരിൽ എഴുതി ചേർക്കാൻ വേണ്ടി വർഷങ്ങളായി സ്വപ്നം കണ്ടു. കൃത്യമായിട്ട് അത് ഞാൻ അച്ചീവ് ചെയ്തു. ഇന്നും 2024-25 എത്തി. ഇന്നും ആ റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്നത് എൻ്റെ പേരിൽ തന്നെയാണ്. സോ അതിന് കഴിഞ്ഞത് ആ സ്വപ്നം ഉണ്ടായതുകൊണ്ടാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താ? സ്വപ്നം ഉണ്ടോ? സ്വപ്നം കാണുമ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുറേ ആൾക്കാർ പറയും, അല്ലേ, കുറെ കണ്ടാൽ നടക്കൂല. മറ്റേ സുഹൃത്തുക്കൾ പറയും നടക്കൂല, കൊക്കൂല, ഒതുങ്ങുന്ന കൊത്താവും. എന്നോട് പറഞ്ഞിരുന്നു നാട്ടുകാരൊക്കെ. ഞാൻ അവരോട് പറഞ്ഞു കുറച്ച് വലുതാക്കിയാൽ പോരെ. അപ്പൊ വലിയ സ്വപ്നങ്ങൾ കാണി, ലോകത്തോളം വലിയ സ്വപ്നങ്ങൾ കാണി. അങ്ങനത്തെ സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് കഴിയണം. എൻ്റെ ഒരു സ്വപ്നം, വലിയൊരു സ്വപ്നമാണ്, 2050 ആകുമ്പോഴേക്ക് 1 ലക്ഷം ആൾക്കാരുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. ഞാൻ അതിന് വേണ്ടിയിട്ട് 10-ാമത്തെ വർഷത്തിലാണ് യാത്ര ചെയ്യുന്നത്. 2015 ആ സ്വപ്നം വെച്ചുകൊണ്ട്, ആ സ്വപ്നത്തിൻ്റെ ഭാഗമാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. 2050 ഡിസംബർ 28 ഞാൻ ഹയാത്തിലുണ്ടെങ്കിൽ ഞാൻ മാറ്റിയ 1 ലക്ഷം ആൾക്കാരെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഞാനിടുന്ന കോട്ടിൻ്റെ കളർ എനിക്കറിയാം. ആ കോട്ടിട്ട ഡ്രസ്സ് ഞാൻ ഡിസൈൻ ചെയ്ത് വരച്ച് എൻ്റെ ഓഫീസിൽ വെച്ചിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഉണരുന്നതും പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നത്. അതുകൊണ്ട് 2050 വരെ ദൈവം, അള്ളാഹു ആയുസ്സും ആരോഗ്യം തരുവാണെങ്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ബിക്കോസ് മൈ ഡ്രീം 100% കൺവിൻഷൻ എനിക്കുണ്ട്. അങ്ങനെ ഉറപ്പുള്ള സ്വപ്നം ഉണ്ടോ? നിങ്ങൾക്ക് വലിയ സ്വപ്നം ഉണ്ടോ? നിങ്ങളെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല. 2-ാമത്തെ സാധനം അടിക്കേണ്ട സ്വപ്നമാണ്. 3-ാമത്തെ ഒരു സാധനം ഉണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ എക്സ്പോന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, കോമ്പിറ്റൻസി. ലോകം ഡിമാൻഡ് ചെയ്യുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്കില്ലിൻ്റെ ഗ്രൂപ്പിനെയാണ് കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. നമ്മുടെ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ഏത് തരം കോമ്പിറ്റൻസിയാണ് വേണ്ടത്? പക്ഷേ ട്രെയിനർ എന്നുള്ളവർക്ക് ഞാൻ ഇത്ര കാലം ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ക്ലാസ് എടുത്ത് എനിക്ക് AI ഇൻറ്റിഗ്രേറ്റഡ് ഡിജിറ്റൽ ബിസിനസ് മോഡൽ, AI ഡ്രൈവ് ചെയ്യുന്ന ബിസിനസ് മോഡൽ പഠിപ്പിച്ചു കൊടുക്കാൻ അറിയണം. പ്രശ്നങ്ങൾ, ഇപ്പം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ അറിയണം. ഞാൻ എന്നെ അപ്ഡേറ്റ് ചെയ്യണം.
ഞാൻ എന്നെ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പം ഈ വർഷം തന്നെ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ലോകത്ത് നടക്കുന്ന ഈ 8ഓളം ഇന്റർനാഷണൽ എക്സിബിഷനിൽ സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ലക്ഷങ്ങൾ മുടക്കിയ പരിപാടിയാണ്. പക്ഷെ ഞാൻ എന്നെ അപ്ഡേറ്റ് ചെയ്യണം, എന്നാലേ എനിക്ക് കാലത്തിനൊപ്പമല്ല കാലത്തിൻ്റെ അപ്പുറം ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യണം, ഞാൻ ഏതെല്ലാം പുസ്തകങ്ങൾ വായിക്കണം, ഏതൊക്കെ സെമിനാറിൽ പങ്കെടുക്കണം, എനിക്ക് ഈ കാലം ഡിമാൻഡ് ചെയ്യുന്ന കോമ്പിറ്റൻസി എന്താണ്, അതിൻ്റെ ലിസ്റ്റാണ് വേണ്ടത്. ഈ 3 സാധനങ്ങൾ ഫിക്സ് ചെയ്യുവാണെങ്കിൽ 100% ലോകത്ത് നിങ്ങൾ കാണുന്ന എത്ര വലിയ സ്വപ്നമാണെങ്കിലും അത് യാഥാർത്ഥ്യമാക്കും. അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ദിവസമാവട്ടെ ഇന്നത്തെ ദിവസം എന്ന് മാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതുവരെ എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്കും അതുപോലെ ഈ ഒരു പ്രോഗ്രാം ചെയ്ത ട്രെൻഡിനും എല്ലാ ഭാരവാഹികൾക്കും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. Thank you, Mr. Guinness Rashid.